ചിലപ്പോൾ ഒരു 4-5 സ്ഥാനാർത്ഥികളെ ആർക്കെങ്കിലും ഒരു മുന്നണിയിൽ കൊടുത്തു കാണാം. കമ്മ്യൂണിസ്റ്റുകാർക്ക്, അതിൽ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർക്ക് അതിലൊരു കാഴ്ചപ്പാടുണ്ട്. ഒന്ന്, ഭൂരിപക്ഷ വർഗീയതയുടെ ആക്രമണത്തിന്റെ ഇരകളാണ് അവർ. ആ ഇരകളോടൊപ്പം നിൽക്കണം. ന്യൂനപക്ഷങ്ങളോടൊപ്പം നിൽക്കണം. അങ്ങനെ നിന്നുകൊണ്ട് മാത്രമേ ന്യൂനപക്ഷ വിഭാഗങ്ങളെ മുഖ്യധാരയിലേക്ക് മതേതരത്വത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുള്ളൂ. അതായത് ഭൂരിപക്ഷ വർഗീയതയെ പ്രതിരോധിക്കാൻ ജമാഅത്തെ ഇസ്ലാമിയെയും എസ്ഡിപിയെയും പോലുള്ള സംഘടനകളുടെ പിന്തുണ തേടുന്നതിൽ തെറ്റില്ല, ഒരു തെറ്റുമില്ല. 2016 വരെ ഞാൻ മത്സരിച്ച ഒരു ഇലക്ഷനിലും ജമാഅത്തെ ഇസ്ലാമി എനിക്ക് പിന്തുണ നൽകിയിട്ടില്ല. 2016 തന്നു, കാരണം കുമ്മനം രാജശേഖരൻ എതിർ സ്ഥാനാർത്ഥിയായിട്ട് വന്നതുകൊണ്ട് 2016 അന്ന് എനിക്ക് പിന്തുണ നൽകിയിട്ടുണ്ട്. നമസ്തേ, ജന ഡിബേറ്റിലേക്ക് സ്വാഗതം. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങൾ കൊഴുക്കുന്നതിനിടയിൽ കോൺഗ്രസിനെ വെട്ടിലാക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് കെ മുരളീധരൻ. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിൽ തനിക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ലഭിച്ചിരുന്നുവെന്നാണ് കെ മുരളീധരൻ പറഞ്ഞത്. BJP സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരനെ തോൽപ്പിക്കാനായിരുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ. കോൺഗ്രസിനെ പിന്തുണയ്ക്കുകയെന്നത് വെൽഫെയർ പാർട്ടിയുടെ ദേശീയ നയമാണെന്നും കെ മുരളീധരൻ പറഞ്ഞു വയ്ക്കുന്നു. ന്യൂനപക്ഷ വർഗീയതയുടെ പിന്തുണ CPM-ന് ലഭിക്കുന്നുണ്ടെന്ന് ജമാഅത്തെ ഇസ്ലാമി തന്നെ വെളിപ്പെടുത്തുമ്പോൾ മതരാഷ്ട്രക്കാരുടെ പിന്തുണയോടെ ഇടത് വലതു മുന്നണികൾ കേരളത്തെ എങ്ങോട്ടേക്കാണ് നയിക്കുന്നതെന്ന ചോദ്യം കൂടുതൽ പ്രസക്തമാകുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിച്ചത് ആരൊക്കെ എന്ന് ജന ഡിബേറ്റ് ചർച്ച ചെയ്യുമ്പോൾ ഈ ചർച്ചയിൽ അതിഥികളായി പങ്കെടുക്കുന്നത് BJP പ്രതിനിധി യുവരാജ് ഗോകുൽ, ഇടത് നിരീക്ഷകൻ ശ്രീ റെജി ലൂക്കോസ്, എക്സ് മുസ്ലിം ആക്ടിവിസ്റ്റ് ഡോക്ടർ ആരിഫ് ഹുസൈൻ, മുസ്ലിം ലീഗിനെ പ്രതിനിധീകരിച്ച് CK ഷാക്കിർ എന്നിവരാണ്. ഈ ചർച്ചയിൽ ആദ്യമായി ഉണ്ടാകേണ്ട പ്രാതിനിധ്യം എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെതായിരുന്നു. കോൺഗ്രസ് നമുക്ക് ഒരു പ്രതിനിധിയെ അയച്ചതുമാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ. പക്ഷേ മൻമോഹൻ സിംഗിൻ്റെ നിര്യാണത്തെ തുടർന്ന് ആരും ചർച്ചയ്ക്ക് പോകേണ്ടതില്ല എന്നൊരു തീരുമാനം കോൺഗ്രസ് കൈക്കൊണ്ടു എന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ ഒരു പ്രതിനിധി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല. ആദ്യം ശ്രീ യുവരാജ് ഗോകുലിലേക്കാണ് പോകുന്നത്. ഈ ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിച്ചത് ആരൊക്കെ എന്ന് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും അധികം വായിക്കപ്പെടേണ്ടത് കെ മുരളീധരൻ ഇന്ന് നടത്തിയൊരു പ്രസ്താവനയാണ്. അതായത് 2016 മുതൽ വളരെ കൃത്യമായി UDF-നെ പിന്തുണയ്ക്കുകയാണ്. വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ തനിക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ കൃത്യമായി ലഭിച്ചു, കുമ്മനം രാജശേഖരനെ തോൽപ്പിക്കാൻ വേണ്ടി എന്ന് വളരെ കൃത്യമായി വ്യക്തിപരമായ അനുഭവത്തിൽ നിന്നും കെ മുരളീധരൻ പറയുകയാണ്. ആദ്യമൊക്കെ മുരളീധരൻ ആ ഒരു പ്രസ്താവനയിൽ ആ പറഞ്ഞതെല്ലാം ഒതുങ്ങുമെന്നാണ് കരുതിയത്. പക്ഷേ ശക്തിയുക്തം അതിനെ പിന്തുണച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് രംഗത്ത് വരികയാണ്. ഒപ്പം UDF-ലെ പ്രബല ഘടകകക്ഷിയായ CMP CP ജോണൊക്കെ വരികയാണ്. എങ്ങനെ കാണണം കെ മുരളീധരൻ്റെ പ്രസ്താവനയെ? കെ മുരളീധരന്റെ പ്രസ്താവന പ്രത്യേകിച്ച് രാഷ്ട്രീയ കേരളം വലിയ ഞെട്ടലോടുകൂടി കേൾക്കേണ്ടുന്നതായിട്ടുള്ള കാര്യമൊന്നുമില്ല. ഒരു അരമന രഹസ്യമായിരുന്നു, അത് അങ്ങാടിപ്പാട്ടായിരുന്നു. അതിപ്പോൾ അവർ കുറച്ചുകൂടി തുറന്നു പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നോക്കൂ, ഇതിനകത്ത് നമുക്ക് കോൺഗ്രസിനെ മാത്രമായിട്ടല്ല സംസാരിക്കേണ്ടത്. 2015 ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് മലബാർ മേഖലയിൽ വളരെ വ്യാപകമായിട്ട് തന്നെ ജമാഅത്തെ ഇസ്ലാമി CPM കൂട്ടുകെട്ട് ഉണ്ടായിട്ടുണ്ട്. ഈ 2016 വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ കെ മുരളീധരനെ അവർ പിന്തുണച്ചു എന്ന് പറയുമ്പോൾ ബാക്കി 139 മണ്ഡലങ്ങളിൽ പലയിടത്തും അവർ തരാതരം പോലെ ചിലയിടത്ത് ഇടതുപക്ഷത്തെയും ചിലയിടത്ത് കോൺഗ്രസിനെയൊക്കെ പിന്തുണച്ചിട്ടുണ്ട്. ഇപ്പോൾ CPM കുറച്ച് കാലങ്ങളായിട്ട്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ജമാഅത്തെ ഇസ്ലാമി വലിയ വർഗീയ സംഘടനയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിലും അത് ഒരു കൊതിക്കറിവ് മാത്രമാണ്. കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട്, കഴിഞ്ഞ ഒരു വർഷത്തോളമായിട്ട് അവർ വളരെ ഓപ്പണായിട്ട് തന്നെ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ജമാഅത്തെ ഇസ്ലാമി SDPI ഒക്കെ പോയിട്ടുള്ളത് കൊണ്ട് തന്നെ CPM-ന് അങ്ങനെ ഒരു കൊതിക്കറിവ് ഉണ്ടായിട്ടുണ്ട്. അപ്പം അതിൻ്റെ പേരിൽ മാത്രമാണ് ജമാഅത്തെ ഇസ്ലാമി ഒരു വർഗീയ സംഘടനയാണ്, അവരുമായി കൂട്ടുകൂടാൻ പാടില്ല എന്നൊക്കെ CPM പ്രതിനിധികൾ പറഞ്ഞു വരുന്നത്. അത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റാൻഡ് മാത്രമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് 2021-ലും 2016-ലും പൊതുവെയും അവർക്ക് നഷ്ടപ്പെട്ടിരുന്ന
ജമാഅത്തെ ഇസ്ലാമി വോട്ട് അവരിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്, SDP വോട്ട് അവരിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ കുറച്ചുകൂടി അഗ്രസീവായിട്ട് അവരെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ കൂടുതലായിട്ട് അവരുടെ വോട്ട് പരക്കെ കേരളമൊട്ടൊക്കെ കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും അവർക്ക് 2026 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും തരത്തിൽ കേരളത്തിൽ ഒരു തിരിച്ചുവരവ് നടത്തുവാനും വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. അതിന് സ്പിയർ ഹെഡ് ചെയ്ത് കെ മുരളീധരൻ മുമ്പോട്ട് പോകുന്നേ ഉള്ളൂ. കാരണം കോൺഗ്രസിനകത്ത് തന്നെയും ഈ പറയുന്ന പലതരത്തിലുള്ള അധികാര വടംവലികൾ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇസ്ലാമിക റാഡിക്കൽ ഫോഴ്സസിന്റെ മുമ്പിൽ ഞാനാണ് നിങ്ങളെ കൂടുതൽ പ്രീണിപ്പിക്കുന്നത്, എനിക്ക് നിങ്ങളുടെ പേര് പറയാൻ മടിയില്ല കേട്ടോ, നിങ്ങളുടെ സഹായം ഞാൻ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് തുറന്നു പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല, അപ്പം ഞാൻ തന്നെയാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആള് എന്ന് പറഞ്ഞ് മത്സരിക്കുവാൻ വേണ്ടിയിട്ട് കോൺഗ്രസിൻ്റെ അകത്തുള്ള ഓരോ നേതാക്കളും മുമ്പോട്ട് വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതോടൊപ്പം തന്നെ UDF നിന്നുള്ള ഒരു ഐഡിയോളജിക്കൽ ബാക്കിംഗ് അതിന് കിട്ടുന്നു എന്നാണ് CP ജോണിന്റെ പ്രസ്താവനയിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം വളരെ സൈദ്ധാന്തികമായിട്ട് സാധാരണഗതിയിൽ നമ്മുടെ മിനിസ്റ്റർ രാജീവൊക്കെ സംസാരിക്കുന്നത് പോലെ വളരെ സൈദ്ധാന്തിക തലത്തിലൊക്കെ CP ജോൺ അവതരിപ്പിച്ചിരിക്കുകയാണ്. ന്യൂനപക്ഷ വർഗീയതയെ നമ്മൾ എന്തുകൊണ്ട് പ്രീണിപ്പിക്കണം, അതിനെ എന്തുകൊണ്ട് പ്രോത്സാഹിപ്പിക്കണം എന്നൊക്കെ ഉള്ള തലത്തിലുള്ള വലിയ സൈദ്ധാന്തികമായ ഒരു കവറിംഗ് ഫയറാണ് CP ജോൺ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ CP ജോണിന്റെ പ്രസ്താവന ഒരു ഭാഗത്ത് വരുന്നു, കെ മുരളീധരന്റെ ഒരു പ്രസ്താവന മറ്റൊരു ഭാഗത്ത് വരുന്നു. നമ്മൾ ഇതിനെയൊന്നും വളരെ ആകസ്മികമായിട്ടോ യാദൃച്ഛികമായിട്ടോ ഒന്നും തന്നെ കാണേണ്ടുന്നതില്ല. ഇതെല്ലാം വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് വളരെ കൃത്യമായിട്ട് മെസ്സേജ് ലഭിക്കേണ്ടവർക്ക് മെസ്സേജ് ലഭിക്കുവാൻ വേണ്ടിയിട്ട് തന്നെ അവർ നടത്തിയിരിക്കുന്ന പ്രസ്താവനകളാണ്. പിന്നെ 2016 UDF-നായിരുന്നു വട്ടിയൂർക്കാവിൽ കെ മുരളീധരനായിരുന്നു പിന്തുണ. അത് കെ മുരളീധരൻ തുടർന്ന് പറഞ്ഞിരിക്കുകയാണ്. 2016 ശിവൻകുട്ടിക്കായിരുന്നു നേമത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ SDP-യുടെയും പിന്തുണ. ശിവൻകുട്ടിയെ തുറന്ന് പറയില്ല എന്ന് മാത്രം, അത് അണ്ടർഗ്രൗണ്ട് ധാരണയാണ് എന്ന് മാത്രം. 2021 കുമ്മനം രാജശേഖരനെതിരെ ജമാഅത്തെ ഇസ്ലാമിയുടെ SDP-യുടെയും പിന്തുണ ലഭിച്ചിട്ടുണ്ട്. കെ മുരളീധരൻ പറഞ്ഞൊരു പ്രസ്താവന നമ്മൾ വളരെ സസൂക്ഷ്മം ശ്രദ്ധിച്ചു വേണം കേൾക്കാൻ. 2016 കുമ്മനം രാജശേഖരനെതിരെ കിട്ടിയെന്നാണ്, 2021 കിട്ടിയെന്ന് പറഞ്ഞില്ല. അപ്പൊ 2021 അദ്ദേഹത്തിന് അല്ലെങ്കിൽ പിന്നെ ആർക്കാണ് അവർ പിന്തുണ കൊടുത്തത്? അത് ശിവൻകുട്ടിക്കായിരുന്നു. അപ്പൊ തരാതരം പോലെ ഈ രണ്ട് മുന്നണികളും വളരെ കൃത്യമായിട്ട് ഈ പറയുന്ന ഇസ്ലാമിക് റാഡിക്കൽ ഫോഴ്സസുമായിട്ട് കൈകോർക്കുവാനും വേണ്ടിയിട്ടും അവരുമായിട്ട് കാര്യങ്ങളെല്ലാം വേറൊരു തരത്തിലേക്ക് ആ ഭാഷ കൊണ്ടുപോകുന്നില്ല, ഷെയർ ചെയ്യാനും വേണ്ടിയിട്ടും ഒക്കെ അവർ തയ്യാറാണ്. അവർ തയ്യാറായിരിക്കുന്നത് കെ മുരളീധരൻ തുറന്നു പറയാൻ ഉള്ള മനസ്സ് കാണിച്ചതിന് അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ്. ശരി, ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിൻ്റെ ഒരു പ്രതിനിധി ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല. മുന്നണിയിലെ ഘടകകക്ഷിയുടെ മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രതിനിധി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. CK ഷാക്കിറാണ് ചേരുന്നത്. ഷാക്കിർ, ഇപ്പോൾ യുവരാജ് ഗോകുൽ പറഞ്ഞ വരികൾ എടുത്തു നോക്കുകയാണെങ്കിൽ UDF-ൽ ഒരു ഐഡിയോളജിക്കൽ ബാക്കിംഗ് ഈ ഒരു വിഷയത്തിന് കിട്ടുകയാണ്. ജമാഅത്തെ ഇസ്ലാമി 2016 മുതൽ UDF-നെ പിന്തുണയ്ക്കുകയാണ് എന്ന് പറയുന്നു. വളരെ കൃത്യമായ ഒരു പിന്തുണ. ഒരുപക്ഷെ കെ മുരളീധരൻ അത്തരത്തിലൊരു പ്രസ്താവന നടത്തി ഒരുപക്ഷെ വിട്ടുകളയേണ്ടതായിരുന്നു ആ വിഷയം. ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ളതും അതാണ്. പക്ഷേ ശക്തിയുക്തം അതിനെ പിന്തുണയ്ക്കുകയാണ് UDF-ന്റെ ഘടകകക്ഷികൾ. എങ്ങനെയാണ് CP ജോൺ എന്ന് പറയുന്നത് UDF-ലേക്കൊരു നയപരമായ കാര്യങ്ങൾ തീരുമാനിക്കുന്ന വളരെ ഉന്നതമായ ഒരു ബോഡിയിൽപ്പെട്ട ആളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. CP ജോണിൻ്റെ വാക്കുകൾക്ക് UDF-ലൊക്കെ അങ്ങേയറ്റം പ്രസക്തിയുണ്ട്. എങ്ങനെയാണ് ഈ ജമാഅത്തെ ഇസ്ലാമിയെയൊക്കെ നിങ്ങൾക്ക് ഇത്തരത്തിൽ പരസ്യമായി പിന്തുണയ്ക്കാൻ പറ്റുന്നത്? അത്തരത്തിൽ അവരുടെ പിന്തുണ സ്വീകരിച്ചു എന്ന് പറയുന്നു. അവരെ ഒരു തരത്തിലും അകറ്റി നിർത്തേണ്ടവരല്ല എന്ന് CP ജോണൊക്കെ പറഞ്ഞു വെക്കുമ്പോൾ എങ്ങനെയാണ് മുസ്ലിം ലീഗ് വിഷയത്തെ കാണുന്നത്? അല്ല, ജമാഅത്തെ ഇസ്ലാമി നേരത്തെ ശ്രീ കെ മുരളീധരൻ പറഞ്ഞതുപോലെ പല തെരഞ്ഞെടുപ്പുകളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വോട്ട് ചെയ്തവരാണ്. ചില തെരഞ്ഞെടുപ്പുകളിൽ അവർ ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വോട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അവർ സ്വന്തമായി ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ ഒരു വലിയ പാർട്ടിയോ വലിയ ആൾക്കൂട്ടമുള്ള ഒരു സംവിധാനമല്ല. അതിനെ കൂടുതൽ ഇപ്പോൾ മുസ്ലിം സമുദായത്തിനകത്തെ ഇത്തരം സംഘടനകളെ പലപ്പോഴും ചേർത്ത് നിർത്തിയത്, അതായത് മുസ്ലിം ലീഗിനെതിരെ ഉപയോഗിക്കാൻ വേണ്ടി ചേർത്ത് നിർത്തിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായിരുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കെ മുരളീധരൻ പറഞ്ഞത് പരസ്യമായിട്ടാണ്. അതിലൊരു പിന്നെന്താ പറയുക, ഒരു ആശങ്കക്കും വകയില്ല. മാത്രവുമല്ല, ജമാഅത്തെ ഇസ്ലാമി രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്കോ അല്ലെങ്കിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾക്കോ വിധ്വംസക പ്രവർത്തനങ്ങൾക്കോ നേതൃത്വം നൽകുന്ന നമ്മളാരും കണ്ടിട്ടില്ല. അവരുടെ ഐഡിയോളജിയുമായി നമുക്ക് വിയോജിപ്പുണ്ട്.
എന്നാൽ അവർ പൊതു മിനിമം പരിപാടിയുടെ താല്പര്യത്തിൽ അല്ലെങ്കിൽ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കാൻ നല്ലത് ആ സമയത്ത് UDF ആണ് അല്ലെങ്കിൽ കോൺഗ്രസ് ആണ് മുസ്ലിം ലീഗാണെന്ന് അവർക്ക് തോന്നുമ്പോൾ അവർ വോട്ട് ചെയ്യുന്നതിന് എന്തിനാണ് ഒരു അപരാധമായി കാണുന്നത്? ഇപ്പോൾ ഇന്നലെ ചന്ദ്രികയിൽ ഞങ്ങൾ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ MK മുനീർ സാഹിബ് കൃത്യമായ ലേഖനം എഴുതിയിട്ടുണ്ട്. ഈ ജമാഅത്ത് ഇസ്ലാമിയും CPM-ഉം കേരളത്തിൽ ഏതൊക്കെ പഞ്ചായത്തുകളിൽ ഭരിക്കുന്നു, ഏതൊക്കെ പഞ്ചായത്തുകളിൽ സഖ്യമായെന്ന് വളരെ വിശദമായി എഴുതിയിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ മാത്രം 23 പഞ്ചായത്തുകളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ സംഘടനയുമായി സഖ്യമുണ്ടായിരുന്നു. അങ്ങനെ മിക്ക സ്ഥലങ്ങളിൽ ഇപ്പോൾ പാലക്കാട് കോർപ്പറേഷനിൽ അല്ലെങ്കിൽ നഗരസഭയിൽ അവിടെ ജമാഅത്ത് ഇസ്ലാമി വിജയിച്ചത് CPM പിന്തുണയിലാണ്. അങ്ങനെ അവിടെ ആലത്തൂർ പഞ്ചായത്തിൽ മറ്റ് പല സ്ഥലങ്ങളിലും ആലപ്പുഴയിലെ ഒക്കെ ഇവർ ഉള്ള സ്ഥലങ്ങളിൽ ഇവരെ പ്രോത്സാഹിപ്പിച്ച് കൂടെ നിർത്തി ഇവരാണ്. ഞങ്ങളുടെ ഒരു വാദം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇപ്പോൾ ഇത്ര വലിയ സംഭവമാക്കി എടുക്കേണ്ട ഒരു സംഗതിയല്ല ശ്രീ കെ മുരളീധരൻ പറഞ്ഞിട്ടുള്ളത്. ഇവർ ഏതെങ്കിലും തരത്തിൽ നമ്മൾ സമൂഹത്തിൽ മുഖ്യധാരയിൽ ഇല്ലാത്ത തീവ്രവാദമോ ഭീകരവാദമോ മുന്നോട്ട് വെക്കുന്ന ഒരു പ്രസ്ഥാനമാണെങ്കിൽ നമുക്ക് അവർ മാറ്റി നിർത്താമായിരുന്നു. അവരുടെ ഐഡിയോളജിയുമായി മുന്നോട്ട് പോകുമ്പോൾ രാജ്യത്തെ നിയമം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്നുള്ള നിലക്ക് അവർ ആർക്കെങ്കിലും വോട്ട് ചെയ്യാൻ തീരുമാനിച്ചാൽ അതിലെന്താണ് കുഴപ്പമെന്നറിയാൻ താല്പര്യമുണ്ട്. അതായത് ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം മുന്നോട്ട് വെക്കുന്ന ഒരു സംഘടനയാണ്. അതിനെ കയ്യകലത്തിൽ നിർത്തണം എന്ന് മുസ്ലിം ലീഗ് പലതവണ പറഞ്ഞിട്ടുണ്ട്. മുസ്ലിം ലീഗിന്റെ നിലപാട് അങ്ങനെയാണ് ജമാഅത്തെ ഇസ്ലാമിയോടുള്ളത്. അതിൽ എന്ന് മുതലാണ് ഷാക്കിർ ഒരു മാറ്റം വരുന്നത്? ഞാൻ പറഞ്ഞല്ലോ, മുസ്ലിം ലീഗ് ജമാഅത്ത് ഇസ്ലാമിയുമായി ഐഡിയോളജിക്കൽ ആയിട്ടുള്ള വ്യത്യാസമുണ്ട്. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഒരു പാർട്ടി ഒരു മുന്നണിയൊക്കെ ആയാൽ മതിയായിരുന്നല്ലോ. അപ്പോൾ അത് രണ്ട് ആശയങ്ങളുമായി മുന്നോട്ട് പോകുന്ന ആളുകളാണ്. അപ്പോൾ പൊതു താല്പര്യം മുൻനിർത്തി ജമാഅത്ത് ഇസ്ലാമിയോ അതിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനമോ UDF-നോ ലീഗിനോ കോൺഗ്രസിനോ CPM-നോ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചാൽ അത് അവരുടെ താല്പര്യമാണ്. അവർ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ അവരുടെ നാടിൻ്റെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ യോജിച്ചത് ഇവരാണ് എന്ന് മനസ്സിലാക്കി അവർ വോട്ട് ചെയ്യുന്നത് എന്ത് അപരാധമാണ് നിങ്ങൾ കാണുന്നത്? അവിടെയാണ് നമ്മൾ ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മുസ്ലിം ലീഗും സഖ്യമായി കാലങ്ങളായി കേരളത്തിൽ പ്രവർത്തിക്കുന്നു. കോൺഗ്രസിൻ്റെ ഐഡിയോളജി വേറെയാണ്, മുസ്ലിം ലീഗിൻ്റെ ഐഡിയോളജി വേറെയാണ്. ഒന്നിനെ ഒരർത്ഥത്തിൽ സ്വാധീനിക്കണില്ല. അത് രാഷ്ട്ര താല്പര്യം മുൻനിർത്തി പരസ്പരം പൊതു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു മുന്നണിയും പാർട്ടികളുമാണ്. അത് ഏതെങ്കിലും സംഘടനയുമായോ ഏതെങ്കിലും സംവിധാനങ്ങളുമായോ ഇതേപോലെ അവർ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചല്ലെങ്കിൽ കൂടെ പ്രവർത്തിച്ചാൽ അതങ്ങനെ ആ രീതിയിലുള്ള തീവ്രവാദമോ ഭീകരവാദമോ മുന്നോട്ട് വെക്കുന്ന പ്രസ്ഥാനമല്ലല്ലോ. എൻ്റെ ആവർത്തിച്ചുള്ള ചോദ്യം നിങ്ങൾ കേൾക്കുന്നുണ്ടോ? എനിക്ക് സംശയമുണ്ട്. ഭീകരവാദമോ അല്ലെങ്കിൽ ആ രീതി തീവ്രവാദമോ മുന്നോട്ട് വെക്കുന്ന പ്രസ്ഥാനമാണോ ജമാഅത്ത് ഇസ്ലാമി? അങ്ങനെ ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. ഞങ്ങൾ രാഷ്ട്രീയപരമായി അല്ലെങ്കിൽ മതപരമായ ചില വിഷയങ്ങളൊക്കെ ശക്തമായ വിയോജിപ്പുകളുണ്ട്. അത് നിലനിർത്തിക്കൊണ്ട് തന്നെ പൊതുവായ താല്പര്യം മുൻനിർത്തി ചില വിഷയങ്ങൾ സഹകരിക്കാറുമുണ്ട്. അത് നേരത്തെയുള്ള നിലപാടാണ്. ഒരു പാർട്ടി ആവുകയോ രണ്ട് ഐഡിയോളജി ഒന്നാവുകയോ ചെയ്യുന്നൊരു സാഹചര്യമില്ല. ശരി, ഞാൻ യുവരാജ് ഗോകുലിലേക്ക് വരികയാണ്. യുവരാജ്, ഇപ്പോൾ ഈ ഒരു ജമാഅത്തെ ഇസ്ലാമി ഏതെങ്കിലും വിധത്തിൽ ഇത്തരത്തിൽ വർഗീയ ചേരിതിരിവുണ്ടാക്കുന്ന ഏതെങ്കിലും വിധത്തിൽ ഉള്ള പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നുണ്ടോ എന്നാണ് ലീഗിന്റെ പ്രതിനിധി ഇപ്പോൾ ചോദിക്കുന്നത്. എന്ത് പറ്റി മുസ്ലിം ലീഗിന്? ഒന്നുകൂടി ചോദ്യം ഒന്ന് വ്യക്തമാക്കാം. ക്ലിയർ ആയില്ല. അദ്ദേഹം പറഞ്ഞത് മുഴുവൻ എനിക്ക് ബ്രേക്ക്. അതായത് ഷാക്കിർ പറയുന്നത് ഈ ജമാഅത്തെ ഇസ്ലാമിയെ അങ്ങനെ മാറ്റി നിർത്തേണ്ട കാര്യം എന്താണ്? അവർ ഇവിടെ ഏതെങ്കിലും വിധത്തിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ടോ? രാജ്യദ്രോഹ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ടോ? ഈ ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം മുന്നോട്ട് വെക്കുന്നതൊക്കെ നിരാകരിച്ചുകൊണ്ട് അത് മാറ്റി നിർത്തിക്കൊണ്ടാണ് ഈ മുസ്ലിം ലീഗിന്റെ പ്രതിനിധി സംസാരിക്കുന്നത്. BJP എങ്ങനെയാണ് അതിനെ കാണുന്നത്? ജമാഅത്തെ ഇസ്ലാമിയോടുള്ള ലീഗിന്റെ കാഴ്ചപ്പാടിൽ മാറ്റം വന്നു എന്ന് കരുതുന്നുണ്ടോ? അല്ല, മാറ്റം വരാൻ എന്താ ഇരിക്കുന്നത്? പണ്ട് അവർ പുറമേക്ക് ഒരു നിലപാടെടുത്തിരുന്നു എന്നുള്ളത് മാത്രമല്ലേ ഉള്ളൂ. എന്താണ് ജമാഅത്തെ ഇസ്ലാമിയെ മാറ്റി നിർത്തുക എന്നൊക്കെ ഉള്ള നിലപാട് പണ്ട് അവരെടുത്തിരുന്നത് പുറമേക്കായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പൊ അത് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകണം. അകമേ അതിന് പിന്തുണ കൊടുത്തിരുന്നു. ഇപ്പൊ അകമേ അവർ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം പുറത്തേക്ക് പറയാൻ വേണ്ടിയിട്ട് തയ്യാറാകുക. അതിനകത്ത് എന്താണ് ഇത്ര വലിയ അത്ഭുതം ഇരിക്കുന്നത്? നമുക്കിതിനകത്ത് വലിയ അത്ഭുതം. രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ആൾക്കാർക്ക് ഇതിനോട് എന്താണ് അത്ഭുതം തോന്നേണ്ടത്? ഈ മൗദൂദിയൻ ആശയങ്ങൾ വലിയ അപകടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടന്നിരുന്ന UDF-ന്റെയും കോൺഗ്രസിന്റെ നേതാക്കള് പുറമേക്കുണ്ടായിരുന്നു. അകത്ത് അവര് കൂടി അണ്ടർഗ്രൗണ്ട് ഡീലിങ്സ് നടത്തുന്നു, ചർച്ച നടത്തുന്നു എന്നൊക്കെ ഉള്ള കാര്യങ്ങള് എല്ലാവർക്കും പൊതുസമൂഹത്തിന് ധാരണ ഉള്ളപ്പോൾ പോലും
ഏറ്റവും കുറഞ്ഞ പക്ഷം പുറമേക്കെങ്കിലും മൗദൂദിയൻ ആശയങ്ങൾ വലിയ അപകടമാണെന്നും മതരാഷ്ട്രവാദം ഉയർത്തുന്ന ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള സംഘടനകൾ വലിയ കുഴപ്പമാണെന്നും ഒക്കെ അവർ പുറമേക്ക് പറയാൻ വേണ്ടിയിട്ടെങ്കിലും ഒരു കാലഘട്ടത്തിൽ തയ്യാറായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പൊ അതുൾപ്പെടെ മാറ്റി വെച്ചുകൊണ്ട് അതൊരു വലിയ പരസ്യ സഖ്യത്തിലേക്ക് തന്നെ അവർ പോവുകയാണ് എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പൊതുസമൂഹം സന്തോഷിക്കുകയാണ് വേണ്ടത്. കാരണം ഈ ആട്ടിൻ തോലിട്ട ചെന്നായിയെ നമ്മൾ കാണണ്ടല്ലോ. ചെന്നായായിട്ട് തന്നെ നമുക്ക് കാണാമല്ലോ. ആട്ടിൻ തോലങ്ങ് മാറ്റി വെച്ചിട്ട് ചെന്നായ നമ്മുടെ മുന്നിലേക്ക് യഥാർത്ഥത്തിൽ വരികയാണ്. അപ്പോൾ ഇത് ചെന്നായ തന്നെയാണ് എന്ന് എല്ലാവർക്കും കാണാമല്ലോ. മറ്റേത് നമ്മൾ കുറെ പേരോടെങ്കിലും ഇത് ചൂണ്ടിക്കാണിച്ചിട്ട് ഇത് ചെന്നായാണ്, ആട്ടിൻ തോൽ ഇട്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോഴേ അല്ലല്ല അത് ആടാണ്, കണ്ടില്ലേ മുഖത്തുള്ള തോല് കണ്ടില്ലേ എന്ന് പറഞ്ഞെങ്കിലും കുറെ പേര് ഇവരെ വിശ്വസിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പൊ അതിനുള്ള സാഹചര്യം ഉണ്ടാകുന്നില്ല. പിന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ പേര് മാത്രമല്ലല്ലോ, SDP പേരെന്താ? മുസ്ലിം ലീഗുകാരൻ വിഴുങ്ങിയോ? അദ്ദേഹത്തിന് അറിയില്ലേ SDP പേര് പറയുന്നുള്ളത്? SDP പറയുന്ന വിധ്വംസക പ്രവർത്തനങ്ങളിലൊന്നും ഏർപ്പെടാത്ത മാടപ്രാവുകളുടെ സംഘടനയാണ് എന്നാണോ പറഞ്ഞു വരുന്നത്? പോപ്പുലർ ഫ്രണ്ട് ഇന്ത്യയിലെ നിരോധിക്കപ്പെട്ട സംഘടനയാണ്. പോപ്പുലർ ഫ്രണ്ട് ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ടിരിക്കുന്നത് നടത്തിയിട്ടുള്ള ഏതെങ്കിലും ജമാഅത്തെ ഇസ്ലാമി എന്ന കൊടിക്കീഴിൽ വരുന്ന കൊടിക്കീഴിൽ വരുന്ന എല്ലാ സംഘടനകളെയും അങ്ങനെ ഉൾപ്പെടുത്താം. SDPI ഉണ്ട്, വെൽഫെയർ പാർട്ടി ഉണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ലല്ല ഞാനൊന്ന് പറയട്ടെ, ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് മാത്രമല്ലല്ലോ ഇന്നിപ്പോ CP ജോൺ പറഞ്ഞിരിക്കുന്നത് SDPIയുമായും സഹകരിക്കണമെന്നാണ് UDFന്റെ നേതാവ് പറഞ്ഞിരിക്കുന്നത്. അതിനാണ് അദ്ദേഹം താത്വികമായിട്ടുള്ള വാദം ഉന്നയിച്ചിരിക്കുന്നത്. എന്താണ്? അവര് മതരാഷ്ട്രവാദം ഉയർത്തുന്നവരാണെന്നുണ്ടെങ്കിലും അവര് റാഡിക്കൽ ഫോഴ്സസ് ആണ് എന്നുണ്ടെങ്കിലും അവരുമായി ചേരണം, അവരുമായി സഖ്യം ചെയ്യണം എന്നാണ് UDFന്റെ നേതാവ് CP ജോൺ പറഞ്ഞിരിക്കുന്നത്. നീ അദ്ദേഹം UDFന്റെ നേതാവല്ല എന്ന് ശ്രീ ഷാക്കിറിന് അഭിപ്രായം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അവരുമായി ഒക്കെ സഖ്യം ചെയ്യണം എന്നാണ്. പോപ്പുലർ ഫ്രണ്ടിനെ എന്തിനാണ് ഇന്ത്യയിൽ നിരോധിച്ചിരിക്കുന്നത്? പോപ്പുലർ ഫ്രണ്ടിനെ ഇന്ത്യയിൽ നിരോധിച്ചിരിക്കുന്നതിന്റെ കാരണങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ലോകത്ത് നിരോധിക്കപ്പെട്ടിട്ടുള്ള സംഘടനകളുമായി ചേർന്ന് സഖ്യത്തിൽ ഏർപ്പെട്ട് പ്രവർത്തിച്ചു എന്നുള്ള റിപ്പോർട്ടിന്റെ കൂടെ അടിസ്ഥാനത്തിലാണ്. അല്ലെങ്കിൽ ഇന്ത്യയിൽ ഏതെങ്കിലും ആക്രമണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, ലോകത്ത് നിരോധിക്കപ്പെട്ടിരിക്കുന്ന ബംഗ്ലാദേശിൽ ഉൾപ്പെടെ റൂട്ടഡായിട്ട് കിടക്കുന്ന ഈ പറയുന്ന തീവ്രവാദ സംഘടനകളുമായി ചേർന്ന് പ്രവർത്തിച്ചതിന്റെ പേരിലാണ് പോപ്പുലർ ഫ്രണ്ട് 2 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ നിരോധിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ പോപ്പുലർ ഫ്രണ്ടിന്റെ ആ SDPIയുടെ പിന്തുണ നേടുന്നത്, ആ പിന്തുണയോടുകൂടി തിരഞ്ഞെടുപ്പിനെ നേരിടുവാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു മതേതരത്വ പ്രവർത്തനം എന്നുള്ള നിലയിലാണ് CP ജോൺ പറഞ്ഞിരിക്കുന്നത്. അതിന് അങ്ങനെ പറയുന്നതിനകത്ത് സത്യസന്ധമായിട്ട് ഞാൻ പറയുകയാണ്, ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയിൽ എനിക്ക് വലിയ സന്തോഷം മാത്രമേ ഉള്ളൂ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് കേരളത്തിൽ നിലനിൽക്കുന്ന മതേതരത്വം എന്ന് കുറെ പേരെങ്കിലും കണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. കേരളത്തിലെ പ്രബുദ്ധ മതേതരത്വത്തെ കുറിച്ചിട്ട് വലിയ ക്ലാസ്സുകളും വലിയ തിയററ്റിക്കൽ ഗീർവാണങ്ങളും ഒക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണല്ലോ. ഓരോരുത്തരുടെ ഉള്ളിൽ ഇരിപ്പ് ഇത്ര മാത്രമേ ഉള്ളൂ എന്ന്. എങ്ങനെയെങ്കിലും അധികാരത്തിലെത്തണം, അധികാരത്തിലെത്തുവാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന റാഡിക്കൽ ഫോഴ്സസുമായിട്ട് സഖ്യം ചേർന്നതിന് ശേഷം അതൊരു മതേതരത്വം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊരു വാദം മുന്നോട്ട് വെച്ചാൽ മാത്രം മതി. കേരളത്തിൽ അതും ചെലവാകുന്നേ. അതാണ് നമ്മൾ കണ്ടുവരുന്നത്. ശ്രീ റെജി ലൂക്കോസ്, ഈ കെ മുരളീധരന്റെ പ്രസ്താവനയെ എങ്ങനെ കാണുന്നു LDF? അതുപോലെ തന്നെ ഇതിനെ സർവാത്മന പിന്തുണച്ചുകൊണ്ട് CP ജോൺ രംഗത്ത് വരുന്ന ഒരു കാഴ്ചയും കണ്ടു. നേരത്തെ മുഖ്യമന്ത്രി മുസ്ലിം ലീഗിനെ കുറിച്ച് ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു. അതായത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഒളിച്ചുകടത്തൽ രാഷ്ട്രീയം ഇപ്പോൾ മുസ്ലിം ലീഗ് പയറ്റുന്നു എന്ന രീതിയിൽ, മുസ്ലിം ലീഗിനെ ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയങ്ങൾ വരിഞ്ഞു മുറുക്കുന്നു എന്ന രീതിയിലൊക്കെ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന വന്നിരുന്നു. എങ്ങനെയാണ് ഈ കെ മുരളീധരന്റെ വെളിപ്പെടുത്തലിനെ നിങ്ങൾ കാണുന്നത്? കെ മുരളീധരന്റെ ഒരു വെളിപ്പെടുത്തലാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിന് കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാവുന്ന ഒരു വസ്തുതയാണ്, സത്യസന്ധമായ കാര്യം. അദ്ദേഹം തുറന്നു പറഞ്ഞു. ഇവിടെ ചോദിച്ചതിന് മറുപടി എന്ന് പറയാനുള്ള ബഹുമാനോട് മുഖ്യമന്ത്രിയും വിജയരാഘവനും പറഞ്ഞ കാര്യങ്ങൾ അച്ചട്ടായിട്ട് സത്യമായിരിക്കുന്നു. വിജയരാഘവനെ മുഖ്യമന്ത്രിയെയും ഏതെല്ലാം രീതിയിലാണ് വിചാരണ ചെയ്തത് ഇപ്പൊ വളരെ വ്യക്തമായില്ലേ. വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ സംസാരിക്കുന്നതിന്റെ പേരിൽ വലതുപക്ഷ മാധ്യമങ്ങള് CPMനെ വേട്ടയാടുന്നത് എന്തിനാണെന്നുള്ളത് ഇപ്പൊ കേരളത്തിലെ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലായി. എന്നെ കൗതുകം ഉണർത്തിയത് അതല്ല, ഇവിടെ ബഹുമാനപ്പെട്ട യുവരാജ് ഗോകുലും അതുപോലെ തന്നെ ഷാക്കീറും ഒരു കാര്യത്തിൽ ഒന്നിച്ചു CPMനെ കുറ്റം പറയാനായിട്ട്. ഷാക്കീർ കുറച്ചുകൂടെ കടന്നുപോയി. ഷാക്കീർ ഈ നിമിഷം വരെ BJP എന്ന് പറയുന്ന ഇവർ രണ്ടുപേരും വർഗീയ രാഷ്ട്രീയ പാർട്ടികളാണ്. പിന്നെ BJPയെ കുറിച്ച് അക്ഷരം പോലും അദ്ദേഹം കുറ്റം പറയാതിരിക്കുക, അല്ലെങ്കിൽ അവരെ കുറിച്ച് ഒരു ചെറിയ വാക്ക് പോലും പറയാതിരിക്കാൻ വളരെ ശ്രദ്ധിച്ചു ലീഗ്. അതിനൊരു കാരണമുണ്ട്, അവർക്ക് പറയാനുള്ള ഭയമാണ്. കാരണം
കേരള രാഷ്ട്രീയത്തിൽ ലജ്ജിപ്പിക്കുന്ന ഒരു കൂട്ടുകൂട്ടുണ്ടാക്കിയത് ഈ ലീഗും അതുപോലെ തന്നെ BJP-യാ. കോൺഗ്രസ് ലീഗ് BJP കോലീബി സഖ്യം രണ്ടിടത്ത് മത്സരിച്ച് വടകരയിലും ലോക്സഭയിലേക്ക് നിയമസഭാ സീറ്റിൽ ബേപ്പൂരിലും. അതിലൊക്കെ ഉപരിയായിട്ട് രാജ്യം തന്നെ ഞടുക്കിപ്പോയ ഒരു കൂട്ടുകൂട്ട് BJP ഉണ്ടാക്കി. വിഘടനവാദ സംഘടനയായ കാശ്മീരിലെ PDP ആയിട്ട് ഈ BJP ഒന്നിച്ച് മുന്നണി രൂപീകരിച്ച് മത്സരിച്ച് അധികാരം പങ്കെടുത്തു. അതിൽ ഭയാനകമായ വേറൊരു കൂട്ടുകെട്ടുണ്ടായി. അതറിയോ? ത്രിപുരയിലെ ആദ്യത്തെ വിജയം നേടിയത് എങ്ങനെയാ? ത്രിപുരയിലെ ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യം മുഴുക്കി ഇന്ത്യയിൽ നിന്ന് സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞുകൊണ്ട് നിരന്തര പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ത്രിപുര വിഭജന മുന്നണി ഇപ്പൊ അതിന്റെ പുതിയ മുഖവുമായിട്ട് അവർ കൂട്ടുകെട്ടുണ്ടാക്കി. അങ്ങനെയാണ് അവർ അവിടെ അധികാരത്തിൽ വരുന്നത്. അപ്പൊ ഏത് വർഗീയ വിഘടനവാദികളായിട്ട് ദേശവിരുദ്ധരുമായിട്ട് കൈ കോർക്കാൻ ഈ രണ്ട് രാഷ്ട്രീയ കക്ഷികൾക്കും, അതായത് മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയായി പങ്കെടുക്കുന്ന ഷാക്കിർ പിന്തുണയ്ക്കുന്ന ജമാഅത്തെ ഇസ്ലാമിക്കാണെങ്കിലും തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്കാണെങ്കിലും BJP-ക്കാണെങ്കിലും യാതൊരു ലജ്ജയുമില്ല, അവരത് ചെയ്യും. അതിനാണ് അവര് CPM-നെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. CPM എന്നുവരെ ഒരു ദേശവിരുദ്ധ പാർട്ടിയായിട്ട് കൈകോർത്തിട്ടില്ല. രണ്ടാമത്തെ വസ്തുത എന്ന് പറയുന്നത്, ഇവിടെ ഈ ചർച്ചയിൽ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി എല്ലാം വളരെ കൗതുകമായിരുന്നു. ഒന്ന്, K. മുരളീധരനെ തള്ളി പറഞ്ഞുകൊണ്ട് VD സതീശൻ രംഗത്തിറങ്ങിയിട്ടുണ്ട്. അത് ഷാക്കിർ കേട്ടില്ല എന്ന് തോന്നുന്നു, അതോ ഭയം കൊണ്ടാണോ എനിക്കറിയത്തില്ല. ഇന്ന് ഡൽഹിയിൽ വെച്ച് മുരളീധരൻ പറഞ്ഞത് ശരിയല്ല, ഞങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. രണ്ടാമത് ഈ VD സതീശനെ തള്ളിക്കളഞ്ഞുകൊണ്ട് CP ജോൺ രംഗത്തിറങ്ങി. CP ജോൺ പറഞ്ഞ ഇവരെല്ലാം വോട്ട് കിട്ടി, ഇനിയും കിട്ടണമെന്നാ പറഞ്ഞത്. വാസ്തവം പറയാൻ തന്നെ ഈ രണ്ട് രാഷ്ട്രീയ കക്ഷികൾ BJP-യും അതുപോലെ തന്നെ ഈ UDF എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്, തരാതരം പോലെ വോട്ട് തേടി. ഇനി മറ്റൊരു കാര്യം കൂടെ പറയാം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിലും ചേലക്കരയിലും, അത് പാലക്കാട് പ്രത്യേകിച്ച് അവരുടെ സഖ്യകക്ഷികളെ പോലെയാണ് SDPയും അതുപോലെ വെൽഫെയർ പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമിയും പരസ്പരം സഹകരിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണം നടന്നത്. PDP എന്ന് പറയുന്ന SDP എന്ന് പറയുന്ന സംഘടന, SDP എന്ന് പറയുന്ന തീവ്ര മത, അതായത് മതരാഷ്ട്രം സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെടുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളായ ഈ മൂന്ന് സംഘടനകളുടെയും PDP എന്ന് പറയുന്ന പ്രസ്ഥാനം അവിടെ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ UDF-ന്റെ ഇവരുടെ സംയുക്ത സ്ഥാനാർത്ഥി മത്സരം ജയിച്ചപ്പോൾ ആദ്യമായിട്ട് പ്രകടനം നയിച്ച് പാലക്കാട് നഗരത്തിലൂടെ പ്രകടനം നയിച്ചതാരാ? ഈ SDP എന്ന് പറയുന്ന തീവ്ര മതവാദ രാഷ്ട്രീയ പ്രസ്ഥാന. അങ്ങനെ ഒരു ഗതികേട് CPM ഉണ്ടായിട്ടില്ല. CPM തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോഴേ പറഞ്ഞു, ഞങ്ങൾക്ക് മതതീവ്രവാദികളുടെ PDP-യുടെയും അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വേണ്ട എന്ന് പരസ്യമായിട്ട് പറഞ്ഞു. എന്നാൽ ജനTV ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ പാലക്കാട് UDF-ന്റെ സ്ഥാനാർത്ഥിയോട് ചോദിച്ചു, നിങ്ങൾ SDP-യുടെ വോട്ട് വേണ്ടെന്ന് പറയുമെന്ന് ആവർത്തിച്ച് ചോദിച്ചിട്ടും ഈ VD സതീശനോ ആ സ്ഥാനാർത്ഥിയോ ഒരക്ഷരം പോലും മറുപടി പറഞ്ഞില്ല. അപ്പൊ അബ്ബാന്ന് പറഞ്ഞുകൊണ്ട് മൈക്കിന് മുമ്പിൽ നിന്ന് ഓടിക്കളിക്കുമായിരുന്നേ. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത, 4 വോട്ടിന് വേണ്ടിയിട്ട് രാജ്യത്തെ ഒറ്റിക്കൊടുക്കുന്നവരെയും മതതീവ്രവാദികളെയും മതചിന്തകർക്കൊന്നും കുഴപ്പമൊന്നുമില്ല, അങ്ങനെയുള്ളവരോടൊപ്പം കൈകോർക്കില്ല എന്ന് പരസ്യമായിട്ട് പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനം CPM-ആണ്. 10-40 വർഷങ്ങൾക്ക് മുമ്പുള്ള ഏതൊരു സംഭവം പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നത് കേരളത്തിൽ. ഒന്നാലോചിക്കണം, വർഗീയ ധ്രുവീകരണത്തിലൂടെ കേരളത്തിലെ ജനങ്ങളെ ഒറ്റക്കെട്ടായിട്ട് നിർത്താൻ പറ്റും തങ്ങൾക്കൊപ്പം എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു ചേലക്കര കിട്ടിയത്. ചേലക്കര ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കോൺഗ്രസ്സുകാര് 4 മാസം രണ്ട് അവരുടെ സംസ്ഥാന നേതാക്കന്മാരെ അവിടെ പ്രചരണത്തിന് ചുക്കാൻ പിടിക്കാനായിട്ട് ഏർപ്പെടുത്തി ഓരോ വീടുകളിലും കയറി കോടാനുകോടി പൈസ അവിടെ വിതരണം ചെയ്തെന്നുള്ള ആരോപണങ്ങൾ മാധ്യമങ്ങൾ തന്നെ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അറിയാമല്ലോ, 4 കോടി രൂപ അവിടുത്തെ സ്ഥാനാർത്ഥിക്ക് മുൻ MLA-ക്ക് കൊടുത്ത കഥകളൊക്കെ സുരേന്ദ്രൻ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട് കേരളത്തിലെ ജനങ്ങൾ മുഖം തിരിച്ചു. അപ്പൊ പാലക്കാട് ജയത്തിന്റെ ഗ്ലാമർ എന്താണ്? ഇനി വിജയരാമൻ ഒരു കാര്യം പറഞ്ഞതിനെ കുറിച്ചാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെട്ടത്. എന്താ അദ്ദേഹം ഞങ്ങളുടെ വയനാട് ജില്ലാ സമ്മേളനത്തോട് പറഞ്ഞ എന്താ, രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷത്തിൽ നല്ലൊരു പങ്കും ഈ മതതീവ്രവാദികളുടെ പേരെടുത്ത് പറഞ്ഞു, വോട്ടാന്ന് പറഞ്ഞു. അന്ന് മുതൽ എത്രയോ മാധ്യമങ്ങളാണ് അതുപോലെ ഈ ലീഗിന്റെ പ്രതിനിധികളൊക്കെ വിജയരാമനെ ശ്രീ റെജി ലൂക്കോസ്, ഇതിന് വളരെ കൃത്യമായി ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ P. മുജീബ് റഹ്മാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. പ്രിയങ്കയ്ക്ക് മാത്രമല്ല CPM-നും അത്തരത്തിൽ പിന്തുണ കൊടുത്തിട്ടുണ്ട്. CPM-ന്റെ 4 ലോക്സഭാ മെമ്പർമാരാണ് ഉള്ളത്. അതിൽ 3 പേരും ജയിച്ചത് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയോടെയാണ്, SDPI-യുടെ പിന്തുണയോടെയാണ് എന്ന് P. മുജീബ് റഹ്മാൻ വളരെ കൃത്യമായി അടിവരയിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രവുമല്ല, ജമാഅത്തെ ഇസ്ലാമി ഈ MP-മാർക്കൊപ്പം നിൽക്കുന്ന, അവരുടെ നേതാക്കൾ നിൽക്കുന്ന ചിത്രങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് ഇവിടെ കോൺഗ്രസിന് UDF-ന് മാത്രമല്ല പിന്തുണ, നിങ്ങൾക്ക് വളരെ കൃത്യമായി പിന്തുണ കിട്ടിയിട്ടുണ്ട് എന്ന് ജമാഅത്തെ ഇസ്ലാമി അടിവരയിട്ട് വ്യക്തമാക്കുന്നുണ്ട്. അല്ല,
91-ൽ നിന്ന് 99-ലേക്ക് കേരളത്തിലെ ജനങ്ങൾ ഞങ്ങളെ വിജയിപ്പിച്ചിട്ട് ഈ ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ വോട്ടുകൊണ്ടാണ്. എന്തൊക്കെയാണ് നീലിമയെ പറയുന്നത്? ഇതൊക്കെ പറഞ്ഞാൽ വാസ്തവമാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ ജനങ്ങള് പൊട്ടിച്ചിരിക്കും നാണക്കേട് കൊണ്ട്. ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഇവര് തന്നെ പറഞ്ഞല്ലോ ജമാഅത്തെ ഇസ്ലാമിക്ക് കാര്യമായ വോട്ടിന്റെ അടിത്തറ കേരളത്തിൽ ഇല്ലെന്ന്. പിന്നെ ഇങ്ങനെ ഞങ്ങൾക്ക് ജയിച്ച് ഞങ്ങളെ ഭരണത്തിൽ അപ്പൊ നാളെ അവര് പിണറായി വിജയൻ രണ്ടാമത് സത്യപ്രതിജ്ഞ ചെയ്താണെന്ന് പറയും. നിങ്ങൾക്കോട് ഞാൻ വേറൊരു സംഭവം പറയും. കഴിഞ്ഞ രാജസ്ഥാൻ തെരഞ്ഞെടുപ്പിൽ രാജസ്ഥാനിൽ പരസ്യമായിട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിലുള്ള ഈ പറഞ്ഞ വെൽഫെയർ പാർട്ടി PDP ഉണ്ടെന്ന് എനിക്കറിയത്തില്ല, പരസ്യമായിട്ട് അവർ ഒന്നിച്ച് കൈകോർത്ത പ്രചാരണം നടത്തി രാജസ്ഥാനിൽ. ഞങ്ങളുടെ ഒരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു, അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞു ഇവിടെ മതതീവ്രവാദികളുടെ ഒറ്റ വോട്ട് കൊണ്ട് ഞാൻ CPM പ്രതിനിധിയായിട്ട് നിയമസഭയിലേക്ക് എത്തിയാലെന്ന് പറഞ്ഞു. പരസ്യമായിട്ട് പറഞ്ഞു, പരസ്യമായിട്ട്. അതിന്റെ ഓഡിയോ അതിന്റെ വീഡിയോ ഇപ്പോഴും. പക്ഷേ അമ്രാറ അങ്ങനെ പറയുന്നുണ്ട്. രാജസ്ഥാനിലെ അമ്രാറ, സിക്കാർ മണ്ഡലത്തിലെ അമ്രാറാം അങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ വളരെ കൃത്യമായി അമ്രാറാമിനെ വിജയിപ്പിച്ചെടുത്തവർ വളരെ കൃത്യമായി പറയുന്നുണ്ട്, ഞങ്ങളുടെ പിന്തുണ കൊണ്ടാണ് രാജസ്ഥാനിൽ ജയിച്ചു കയറിയതെന്ന്. അല്ല, അവരൊക്കെ ഇങ്ങനെ പറഞ്ഞു. തരിഗാമി കാശ്മീരിൽ എങ്ങനെ ജയിച്ചത്? തരിഗാമി എന്ന് പറയുന്ന ആളാണെന്നറിയാമല്ലോ. ഇന്ത്യൻ രാഷ്ട്രീയത്തില് ഈ പറയുന്ന BJP വേട്ടയാടി അവിടെ കാശ്മീർ വിഭജിച്ചപ്പോൾ 2 വർഷക്കാലത്ത് അറിവ് കിടന്ന മനുഷ്യരാ. എന്നിട്ട് പോലും അദ്ദേഹം ചങ്കുറ്റത്തോടെ പറഞ്ഞെന്നറിയോ, PDP പോലെയുള്ള അല്ലെങ്കിൽ അതുപോലെയുള്ള വിഘടനവാദികളുടെ വോട്ടും കൊണ്ട് എനിക്ക് ജയിക്കണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം വൻ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചു കയറി അവിടുത്തെ MLA ആയിരിക്കുന്നത് തരിഗാമി എന്ന് പറയുന്നത്, യൂസഫ് തരിഗാമി. നിങ്ങൾ ഇങ്ങനെ എന്തെല്ലാം കഥകളാണ് ചമച്ചുകൊണ്ടിരിക്കുന്നത്? എങ്ങനെയാണ് CPM പോലൊരു മതേതര കക്ഷി ചങ്കൂറ്റത്തോടെ? ഇനി ഞാൻ ചോദിക്കട്ടെ, ഇവർക്ക് ഇത്രയ്ക്ക് വോട്ട് ബാങ്ക് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് മൗനമായിട്ടിരുത്താൻ പറയുന്നോ? ഇനി വട്ടിയൂർക്കാവിലേക്ക് വരാം. വട്ടിയൂർക്കാവിൽ KM മുരളീധരൻ നിയമസഭയിലെത്തത് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെയും പോലുള്ള വിഘടനവാദികളുടെയും മതതീവ്രവാദികളുടെയും വോട്ട് കൊണ്ടാണെന്ന് അദ്ദേഹം തന്നെ സംഭവിച്ചു. എത്ര ലജ്ജാകരമാണ്, എത്ര നാണക്കേടാ. ഒരു കാര്യം മനസ്സിലായില്ലേ? കോൺഗ്രസ്സുകാരൊക്കെ നിയമസഭയിൽ എത്തുന്നത് എങ്ങനെയാണെന്നുള്ളവരും നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായില്ലേ? അദ്ദേഹം വേറൊരു കാര്യം കൂടെ പറഞ്ഞു. അതാണ് ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സത്യം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ വായിൽ വന്നത് 2019 അവർ പരസ്യമായിട്ട് ദേശീയ തലത്തിൽ ഈ ജമാഅത്തെ ഇസ്ലാമിയായിട്ട് കൂട്ടുകൂടി എന്ന് പറഞ്ഞു. അവർ ധാരണ ഉണ്ടാക്കിയ ദേശീയ തലത്തിൽ. ആലോചിക്കെ, കേരളത്തിലെ മുൻനിര നേതാക്കന്മാരെ VD സതീശനെ പോലുള്ളവരെ മുഖത്തേറ്റ് അടിയല്ലേ. ഇനി VD സതീശനെ കൂട്ടും കേരളത്തിൽ മതേതര പാർട്ടി എന്ന് പറയാൻ പറ്റുമോ? ഈ ലീഗിനെ പറയാൻ പറ്റുമോ? എന്തുകൊണ്ടാണ് ഇപ്പൊ ഈ ചർച്ച പങ്കെടുക്കുന്നത്? എന്റെ പ്രിയ സുഹൃത്ത് ഷാക്കിർ BJPയെ കുറിച്ച് ഒരു അക്ഷരം പോലും ഇത്രയും സമയമായിട്ട് മിണ്ടാത്തതുകൊണ്ടാ ഈ ചർച്ച ജനം മുഴുവൻ കാണുന്നില്ല, ഇവരുടെ ആൾക്കാരും കാണുന്നില്ല. ഇവരെന്തുകൊണ്ട് മിണ്ടിയില്ല? അപ്പൊ തന്നെ കാര്യങ്ങൾ മനസ്സിലായില്ലേ? അടുത്ത 2026-ലും മതേതര കേരളത്തെ നിലനിർത്താൻ ആഗ്രഹിക്കുന്ന കേരളത്തിലെ ജനങ്ങൾ 100-ലപ്പുറം സെഞ്ചുറി അടിച്ചുകൊണ്ട് ഞങ്ങളെ ജയിപ്പിക്കുന്നുള്ളവരും സ്പഷ്ടമായി ഈ വർഗീയവാദികൾക്കെതിരെ വോട്ട് ചെയ്യാനായിട്ട് കേരളത്തിലെ ജനങ്ങൾ കരുതിയിരിക്കുകയാണ്. അതിന് തെളിവല്ലേ ഞങ്ങൾ കേരളത്തിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് മലപ്പുറം ജില്ലയെ കുറിച്ച് പറഞ്ഞു പറഞ്ഞു. ഇവരെന്തെല്ലാം പറഞ്ഞു? അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, നീലി ഓർക്കുന്നുണ്ടല്ലോ, മുസ്ലിം ലീഗിനും അതുപോലെ സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കും ഇനി മതേതര പാർട്ടിയാണെന്ന് പറയാൻ യാതൊരു യോഗ്യതയില്ലെന്ന് പറഞ്ഞു. അന്ന് എന്തെല്ലാം രീതിയിലാണ് ഇവിടെ പറഞ്ഞത്. ഹാഗിയ സോഫിയ പള്ളി പിടിച്ചെടുത്തത്, തുർക്കി പിടിച്ചെടുത്തത് മുസ്ലിം പള്ളി ആക്കിയത് ശരിയാണെന്നും പറഞ്ഞുകൊണ്ട് ലേഖനം എഴുതിയ സാദിഖ് അലി ശിഹാബ് തങ്ങളെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന യുവരാജ് ഗോകുൽ അംഗീകരിക്കുന്നുണ്ടോ? പക്ഷെ ഞങ്ങൾ അംഗീകരിക്കുകയില്ല. കാരണം അറിയോ, അന്ന് ഞങ്ങളൊക്കെ സോഫ്റ്റ് ആയിട്ട് ഈ പാർട്ടിയിൽ ഒരു മതേതര ഭാവം ഉണ്ടെന്ന് വിചാരിച്ചു. ഇന്നും മതേതരപരമായ രീതിയിൽ ഞങ്ങൾ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു നേതാവ് ആ പാർട്ടിയിലുണ്ട്. 1-2 കൂടുതലുണ്ട്. മുസ്ലിം ലീഗ് PK കുഞ്ഞാലിക്കുട്ടിയെ പോലെയുള്ളവര്. ഞങ്ങള് PK കുഞ്ഞാലിക്കുട്ടിയെ പോലെയുള്ള വ്യക്തികളിൽ നിന്നും മതവാദികളിൽ നിന്നും ഞങ്ങൾ പറയത്തില്ല. പക്ഷെ അതിനകത്ത് ബഹുഭൂരിപക്ഷം അതാണെന്നുള്ളതും സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ വാക്കിലൂടെ വന്നു. അന്ന് ബഹുമാനപ്പെട്ട പിണറായി വിജയനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞ ആരോപണം എന്താ? ഭൂരിപക്ഷ വർഗീയതയുടെ വോട്ട് കൺസോൾട്ടേറ്റ് ചെയ്യാൻ ആണെന്ന് അല്ലെ? ഇപ്പൊ അതെല്ലാം പൊളിഞ്ഞു തകർന്നില്ലേ? ഞങ്ങളുടെ പാർട്ടി, ഞങ്ങളുടെ നേതാക്കന്മാര്, മുഖ്യമന്ത്രി ഉൾപ്പെടെ പറഞ്ഞതെല്ലാം ശരിയാണെന്ന് വന്നില്ലേ? ഇനി എന്തിനാദ്യം നമ്മൾ ഇതിനെക്കുറിച്ച് ഗീർവാണങ്ങൾ മുഴക്കി? അല്ല, വളരെ കൃത്യമായി CPM 2009 മുതൽ വളരെ കൃത്യമായി 2016 വരെ വളരെ കൃത്യമായിട്ടുള്ള പിന്തുണ ജമാഅത്തെ ഇസ്ലാമി കൊടുത്തിട്ടുണ്ട് എന്ന് അവരുടെ അമീറാണ് പറയുന്നത്. അതിനെതിരെ ഒരു പ്രതികരണവും CPM-ന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ഇന്നതാ KM മുരളീധരൻ പറയുന്നു അതിലൊരു പ്രതികരണവുമില്ല. അതിലൊരു പ്രതികരണം ഇല്ലെന്നോ? അപ്പൊ നിങ്ങളാരും ഇതൊന്നും അറിയുന്നില്ലേ? കേരളത്തിൽ ഈ 2 വർഗീയ പ്രസ്ഥാനങ്ങളുടെയും ഹിന്ദു വർഗീയവാദികളുടെയും മുസ്ലിം വർഗീയവാദികളുടെയും വോട്ട് ഞങ്ങൾക്ക് വേണ്ട. മതേതര കേരളത്തിൽ വിശ്വസിക്കുന്ന വോട്ട് ഞങ്ങൾക്ക് മതി എന്ന് പരസ്യ പ്രസ്താവന പറഞ്ഞൊരു പാർട്ടിയെ നിങ്ങൾ ഇങ്ങനെ വേട്ടയാടുക, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വിചാരണ ചെയ്യുകയും നിങ്ങൾക്ക് ഈ പാർട്ടികളുടെ വോട്ട് വേണം. ശ്രീ റെജി ലൂക്കോസ്, അന്ന് ഈ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് PDP വളരെ കൃത്യമായി പിന്തുണയും കൊണ്ട് വന്നല്ലോ, അത് വേണ്ട എന്ന് പറഞ്ഞില്ല. അപ്പുറത്തെ SDPI വളരെ കൃത്യമായി UDF-നെ പിന്തുണയ്ക്കുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ വേണമെങ്കിൽ അത് തള്ളി പറയാം. പക്ഷേ PDP പിന്തുണച്ചപ്പോൾ PDP-യുടെ പിന്തുണ വേണ്ടെന്ന് ആരും പറഞ്ഞില്ലല്ലോ.
നിങ്ങളോട് ഞാനൊരു കാര്യം പറയാം. അതായത് ചരിത്രത്തിന്റെ ഭാഗമല്ല, സമീപകാലത്ത് ഉണ്ടായ സംഭവം PDP ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ PDPയുടെ സംസ്ഥാന സെക്രട്ടറി മൂവാറ്റുപുഴ എന്നൊരു പത്രസമ്മേളനം നടത്തി പരസ്യമായിട്ട് ഞങ്ങൾ UDF-ന് പിന്തുണ പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞു. ആ പിന്തുണ പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞപ്പോൾ തള്ളിക്കളയാൻ ഒറ്റ കോൺഗ്രസ്സുകാരുണ്ടായില്ല. ആക്ഷേപങ്ങൾ നിങ്ങളുടെ ചാനലിൽ ചർച്ചയിൽ ഞാൻ പങ്കെടുത്ത ആക്ഷേപങ്ങളും കേരളത്തിലെ മതേതര മതസൗഹാർദ്ദത്തിൽ വിശ്വസിക്കുന്ന ജനങ്ങൾ മുഴുവനും മാധ്യമങ്ങളും പ്രതികരിച്ചപ്പോൾ സുധാകരൻ KPBC പ്രസിഡന്റിന്റെ മറുപടി. ശ്രീ റെജി ലൂക്കോസ്, ഈ കഴിഞ്ഞുപോയ ഉപതെരഞ്ഞെടുപ്പിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. വളരെ നിർണായകമായ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നല്ലോ. അവിടെ കൃത്യമായി PDP പിന്തുണച്ചു. നിങ്ങൾ പിന്തുണ വേണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. STPയുടെ കാര്യം പറയുമ്പോൾ എന്തിനാ നീലിമ ഇടപെടുന്നത്? എന്താ പ്രശ്നം? എനിക്കത് മനസ്സിലാകുന്നില്ല. ഞാൻ പറഞ്ഞു കൊടുക്കട്ടെ. സുധാകരൻ പറഞ്ഞ വാക്കെന്താ അറിയോ? ഞങ്ങൾ ആരുടെ വോട്ടും മേടിക്കും. മിനിറ്റുകൾക്കുള്ളിൽ MM ഹസൻ തിരുവനന്തപുരത്ത് പത്രസമ്മേളനത്തിൽ പറഞ്ഞു, ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ടല്ല STPയുടെ വോട്ട് ഞങ്ങൾ വാങ്ങിക്കും എന്ന് പറഞ്ഞു. ഈ BD സതീശനെ പോലുള്ളവർ നിർവ്വഹണം എടുക്കുന്നില്ല. അത് തടഞ്ഞോ? തിരുത്തിയോ? ഇന്നിപ്പോ BD സതീശനെ ഡൽഹി വെച്ച് തിരുത്താനുള്ള കാരണം എന്താ? നീ അതുകൂടെ അങ്ങ് പറയാം. ഡൽഹി വെച്ച് അദ്ദേഹം തിരുത്താനുള്ള കാരണം വെച്ചാല് അദ്ദേഹത്തിന്റെ മുമ്പിൽ പലതവണ മാധ്യമങ്ങൾ ചോദിച്ചിട്ടും ഒരക്ഷരം മറുപടി പോയ സതീശന് മുരളീധരനെ തള്ളിക്കളഞ്ഞേ പറ്റുള്ളൂ. അല്ല, മുരളീധരനെ തള്ളിക്കളയുന്ന ഒരു സമീപനം അവിടെ ഉണ്ടായില്ല VD സതീശന്റെ ഭാഗത്ത് നിന്നും. എല്ലാ ദിവസവും രാവിലെ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ പറയാൻ കഴിയില്ല. ഇങ്ങനെയാണ് പറഞ്ഞത്. ജമാഅത്തെ ഇസ്ലാമിയെ തള്ളി പറഞ്ഞില്ല. പകരം ജമാഅത്തെ ഇസ്ലാമി CPM-നെ പിന്തുണയ്ക്കുന്നതിനെ വിമർശിച്ചുകൊണ്ടായിരുന്നു സതീശന്റെ പ്രസ്താവന മുഴുവൻ ഉണ്ടായത്. അല്ലാതെ ജമാഅത്തെ ഇസ്ലാമിയെ പരസ്യമായി പിന്തള്ളാൻ, അത്തരത്തിൽ വേണ്ട എന്ന് പറയാൻ ജമാഅത്തെ ഇസ്ലാമിയെ നിരാകരിക്കുന്ന ഒരു സമീപനം VD സതീശനിൽ നിന്നും ഉണ്ടായില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഞാൻ അങ്ങയിലേക്ക് വരാം. ഡോക്ടർ ആരിഫ് ഹുസൈനിലേക്ക് പോവുകയാണ്. ഡോക്ടർ ആരിഫ് ഹുസൈൻ, കഴിഞ്ഞ കുറച്ച് നാളുകളായി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ നമ്മൾ നോക്കിയാൽ അറിയാം, ചില എക്സ്റ്റേണൽ ഫോഴ്സസ് ആണ് കേരള രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്നതെന്ന് ഇപ്പോൾ വളരെ കൃത്യമായി പ്രകടമാകുകയാണ്. കേരളത്തിന്റെ രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഏത് ശക്തികളാണ് എന്ന്. ഇടത് വലത് മുന്നണികൾ തരാതരം പോലെ ഈ രാജ്യവിരുദ്ധ ശക്തികളുടെ പിന്തുണ വളരെ കൃത്യമായി വാങ്ങിയെടുക്കുന്നു എന്നത് വളരെ പ്രസക്തമാണ്. ഇത് കേരള രാഷ്ട്രീയത്തെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമല്ലേ? ഈ ഒരു വിഷയം, ഈ ജമാഅത്തെ ഇസ്ലാമി, SDPI, വെൽഫെയർ പാർട്ടി തുടങ്ങിയ ഇതുപോലെയുള്ള ദേശവിരുദ്ധർ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു ജനാധിപത്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെ ഒക്കെ ഒരു മുഖമൂടി അണിഞ്ഞുകൊണ്ട് മതരാഷ്ട്രവാദം ഉള്ളിൽ ഒളിപ്പിച്ച് നടക്കുന്ന ഒരു കൂട്ടം രാഷ്ട്രീയക്കാരും അവരുടെ പിന്തുണ ഒളിഞ്ഞും പാത്തും ഇതേപോലെ സ്വീകരിച്ചുകൊണ്ട് രാഷ്ട്രീയം കളിക്കുക എന്ന് പറയുന്നത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല എന്നതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇത് നമ്മളുടെ കണ്ണ് ഇനിയെങ്കിലും തുറന്നില്ലെങ്കിൽ നമുക്ക് കാര്യമായ എന്തെങ്കിലും തകരാറുണ്ടെന്നേ ഞാൻ പറയുള്ളൂ. പക്ഷേ ഇതൊരു നല്ല അവസരമായിട്ട് മാറിയിരിക്കുന്നു ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ. ഒരു കാര്യം ഇവിടെ സന്തോഷമുണ്ട്. അതായത് ഇവിടുത്തെ ഇടതുപക്ഷത്തിൻ്റെ വക്താവ് ഇവിടെ പറയുമ്പോൾ അത് കേൾക്കുന്ന സമയത്ത്, പണ്ടൊക്കെ നമ്മൾ ഈ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി നിന്ന് SFIയിലൂടെയൊക്കെ വന്ന് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്ത് നടന്നിരുന്ന ഒരാളെന്നുള്ള രീതിയിൽ ഇന്ന് അതിനെ തിരിഞ്ഞ് നിന്നുകൊണ്ട് അവർ ചെയ്യുന്നതിലെ വിഷയം, ആ പ്രശ്നങ്ങളെ തിരിച്ചറിയുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ ഒരു ചെറിയ ആശ്വാസം ഉണ്ടെങ്കിലും പക്ഷെ നമുക്കതൊരു പൂർണ്ണമായൊരു ആശ്വാസമായിട്ട് കണക്കാക്കാൻ കഴിയുന്നില്ല. കാരണം എന്താണ്, ഇത് കിട്ടാത്ത മുന്തിരി പുളിക്കുമെന്ന് പറയുന്ന ഒരു ലെവലിലുള്ള ഒരു വിഷയം മാത്രമേ ഉള്ളൂ എന്നതാണ് ഇതിനകത്തൊരു വിഷയം. ഈ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇൻക്ലൂഡിങ് BJP എല്ലാവരും ഒരേപോലെ ഇതുപോലെയുള്ള മതപ്രീണനം നടത്തി അതിലൂടെയുള്ള വോട്ടുകൾ ഉപയോഗിച്ച് തന്നെയാണ് ഇവിടെ കളിക്കുന്നത്. ഇത് നിർത്തണം. ഇത് ഈ രാജ്യത്ത് ജനാധിപത്യമാണോ നിങ്ങൾ ലക്ഷ്യം വെക്കുന്നത്, മതേതരത്വമാണോ നിങ്ങൾ ലക്ഷ്യം വെക്കുന്നത്? ആദ്യം എടുത്ത് ഒഴിവാക്കേണ്ട സാധനമാണ് ഈ വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഒരു സംഗതി. നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന നിങ്ങളുടെ പോളിസികൾ അത് ശരിയായ രീതിയിൽ നിങ്ങൾക്ക് അത് പ്രചരിപ്പിച്ച് അതിൽ വിശ്വാസം എടുക്കുന്ന രീതിയിൽ ജനങ്ങളെ ഉത്ബോധിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിച്ച് അങ്ങനെ വോട്ട് നേടുന്ന ഒരു അവസ്ഥയിലേക്ക് വരാൻ എന്താ നിങ്ങൾക്ക് സാധിക്കാത്തത്? എന്തുകൊണ്ടാണ് ഇത്ര നാളും അത് സാധിക്കാതെ പോയത്? അത് ഇനിയും തുടരുന്നു. ഇപ്പോൾ സംഭവിക്കുന്ന എന്താണ്, ചില പ്രത്യേക പാർട്ടികൾക്ക് അവരുമായിട്ട് കൂടുതൽ ചേരുന്ന രീതിയിലേക്ക് ഇത്തരം ഈ പ്രീണനം ഏറ്റുവാങ്ങിയിരുന്ന ആളുകൾ അവരവരുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കുത്തുമ്പോൾ അതിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പഴി ചാരുന്നൊരു കാര്യം അതേ നമ്മളിവിടെ കാണുന്നുള്ളൂ. അതുകൊണ്ട് അതിനകത്ത് വലിയ സന്തോഷമോ ആശ്വാസമോ ഒന്നും നമുക്കില്ല. അപ്പോൾ ഇവിടെ ആ ഒരു വിഷയം ഇവിടെ നമുക്ക് കണ്ണു തുറപ്പിക്കാവുന്ന സാധനം തന്നെയാണെന്നാണ് പറഞ്ഞു വെക്കാനുള്ളത്. ഇനി ഇതിൽ ഇവിടുത്തെ ഏറ്റവും എനിക്ക്
പറയുന്നതുകൊണ്ട് വിഷമമുണ്ട്, എന്നാലും ഞാൻ പറയുകയാണ്, ഇവിടുത്തെ മുസ്ലിങ്ങളെ കുഴപ്പത്തിൽ ചാടിക്കുന്ന ഒരു പാർട്ടിയായിട്ട് മുസ്ലിം ലീഗ് മാറുന്നത് എങ്ങനെ എന്നുള്ളത് വളരെ കൃത്യമായിട്ട് മാറിയതാണ് ഇപ്പോൾ നമ്മളിവിടെ ഷാക്കിർ എന്ന് പറയുന്ന അദ്ദേഹം ഇവിടെ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അദ്ദേഹം എടുത്തെടുത്ത് ചോദിക്കുകയാണ്, എപ്പോഴെങ്കിലും ജമാഅത്ത് ഇസ്ലാമിക്ക് അങ്ങനെ ഒരു പ്രശ്നമുള്ളതായിട്ട് നിങ്ങൾക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ, അവരെന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ടോ എന്നിങ്ങനെ എടുത്തെടുത്ത് ചോദിക്കുന്ന കാണുമ്പോൾ നമ്മൾ ആളുകൾ, പ്രത്യേകിച്ച് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ഇത് കേൾക്കുമ്പോൾ മുസ്ലിം ലീഗിൻ്റെ വക്താവ് എന്നുള്ള രീതിയിലൊക്കെയാണ് അദ്ദേഹത്തെ കാണുന്നതെന്നുണ്ടെങ്കിൽ അത് കേൾക്കുന്ന സമയത്ത് എന്തായിരിക്കും ഒരു സാധാരണ ഒരു വിശ്വാസിയായിട്ടുള്ള ഒരു മുസ്ലിം ലീഗിൻ്റെ ഭാഗമാകാൻ സാധ്യതയുള്ള ഒരു ആൾ തീരുമാനിക്കുക അല്ലെങ്കിൽ അവർ ചിന്തിക്കുക, ഓ അങ്ങനെയാണല്ലേ, അപ്പോൾ ഇതൊരു അനാവശ്യമായ വേട്ടയാടലാണല്ലേ എന്ന രീതിയിലേക്കല്ലേ പോവുക. മുസ്ലിം ലീഗ് എൻ്റെ ആളുകൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് പറയുന്നത്. നിങ്ങൾ ഒരു വശത്ത് പറയുന്നു മതരാഷ്ട്രവാദം കൊണ്ട് നടക്കുന്ന ആളുകളാണ് ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമിയും അവരുമായി ബന്ധമുള്ള അതിലൂടെ പെറ്റുപെരുകിയിട്ടുള്ള ഒരുപാട് മറ്റ് പോഷക സംഘടനകൾ എന്ന് പറയാവുന്ന കുറേ സംഘടനകളുണ്ട്. അതിലൊന്നാണ് SDPI, മറ്റൊന്നാണ് ഈ പറയുന്ന വെൽഫെയർ പാർട്ടി, മറ്റൊന്നാണ് ഇപ്പോൾ നമ്മൾ ജയിലിൽ കിടക്കുന്നു എന്ന് പറയുന്ന പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള തീവ്ര സംഘടനകൾ. അങ്ങനെ പല രൂപത്തിലും സ്വഭാവത്തിലുള്ള സംഘടനകൾ ഉണ്ടായിരിക്കെ അതൊന്നും കാണാതെ എന്താണ് അവർക്ക് കുഴപ്പം എന്നിങ്ങനെ ചോദിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ ആരെയാണ് കുഴപ്പത്തിൽ ചാടിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിക്കുക. മുസ്ലിങ്ങളെ തന്നെയാണ് നിങ്ങൾ കുഴപ്പത്തിൽ ചാടിക്കുന്നത്. ഒരു കാര്യം അവിടെ ക്ലിയർ ആയിട്ട് പറയണം, ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്നത് ഒരു പച്ച പുല്ല് നടക്കുന്ന ഒരു പശുവല്ല. അത് വളരെ അധികം സൂക്ഷിക്കേണ്ട ഒരു ചെന്നായിയുടെ തോലിട്ട് നടക്കുന്ന ഒരു അസൽ ചെന്നായി തന്നെയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഡബിൾ തോലാണ് എന്ന് നമ്മൾ പറയേണ്ടതായിട്ട് ഒരു ആട്ടുംകുട്ടിയായിട്ടൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. എന്താണ് കാര്യം, ഇവിടെ നമ്മൾ ഈ ഇന്ത്യ വിഭജനം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിലേക്കൊക്കെ വിരൽ ചൂണ്ടുന്ന ഒരു സംഘടനയായിട്ട് വരുന്ന ഒരു സംഘടനയാണ് ഈ ജമാഅത്ത് ഇസ്ലാമി. അതിനുശേഷം നമ്മൾ കണ്ടിട്ടുള്ള കൂട്ടക്കൊലകൾ നമ്മുടെ രാജ്യത്ത്, അതുപോലെ ബംഗ്ലാദേശിൽ നടക്കുന്നതായാലും ഇപ്പോൾ പാകിസ്ഥാനിൽ നടക്കുന്നതായാലും എല്ലാത്തിലും ഒരു പങ്ക് ഈ ജമാഅത്ത് ഇസ്ലാമിക്കുണ്ട്. പലതവണ നിരോധിക്കപ്പെട്ടിട്ടുള്ള ഒരു സംഘടനയാണ്. ഏറ്റവും ഒടുവിൽ ഈ സംഘടനയ്ക്ക് പല രൂപത്തിൽ, ഇപ്പോൾ നമ്മൾ അത് പറയുമ്പോൾ പറയും ആ സംഘടനയല്ല കേരളത്തിലെ സംഘടന, കേരളത്തിലേതല്ല അപ്പുറത്തുള്ളത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒഴിഞ്ഞു മാറും. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ആ ഒരു ആനുകൂല്യം ഈ ഹിന്ദു സംഘപരിവാർ സംഘടനകൾക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുമോ? അവരെക്കുറിച്ച് പറയുമ്പോഴും അവരും അത് തന്നെയല്ലേ പറയുന്നത്, അത് ഞങ്ങളിൽപ്പെട്ടവരല്ല, അത് വേറെ സംഘടനയാണ്, ഇത് സംഘപരിവാർ സംഘടനയല്ല, ആ സംഘടനയുടെ സ്വഭാവമല്ല ഈ സംഘടനയ്ക്ക് എന്നൊക്കെ പറഞ്ഞ് അവർ ഇതുപോലെ ഒഴിഞ്ഞു മാറുന്നത് കാണുമ്പോൾ നിങ്ങൾ എന്താ പറയാറുള്ളത്? അത് അവരുടെ സ്ഥിരം പരിപാടിയാണെന്നാണ്. അപ്പം ഞാൻ ചോദിക്കുന്നു, ആ ആനുകൂല്യം നിങ്ങൾ പറയുന്ന ആ ആനുകൂല്യം, ഈ ജമാഅത്ത് ഇസ്ലാമിക്ക് കൊടുക്കുന്ന ആനുകൂല്യം, അത് ഈ പറയുന്ന ഹിന്ദു സംഘടനകൾക്ക് നിങ്ങൾക്ക് എന്താ കൊടുക്കാൻ സാധിക്കാത്തത്? അപ്പോൾ ആ പരിപ്പ് ഇവിടെ എടുക്കില്ല. അതല്ല അതിൻ്റെ രീതി. എവിടെയായാലും നിങ്ങളുടെ നില ഭദ്രമാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ചില മുഖമൂടികൾ അണിയുന്നു, ചില തക്കിയകൾ നിങ്ങൾ കളിക്കുന്നു. ഇതാണ് നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കുകയാണ്, ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് പോലും ബംഗ്ലാദേശിൽ അവിടെ ഹിന്ദുക്കളെ കൂട്ടക്കൊല നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ 1971 കൂട്ടക്കൊല നടത്തിയപ്പോൾ അതിൻ്റെയൊക്കെ പിന്നിൽ ഈ ജമാഅത്ത് ഇസ്ലാമി ആയിരിക്കെ, അവിടെ കൂട്ടക്കൊല നടത്തുന്ന സമയത്ത് ഇന്ത്യയിലിരിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിക്കാർ അതിനോട് മനസ്സുകൊണ്ട് ചേർന്ന് നിൽക്കുന്ന സംഘടനയായിട്ട് മാറി നിൽക്കുമ്പോൾ ആ സംഘടനയെക്കുറിച്ചാണ് ഇവിടെ ഇരുന്ന് ചോദിക്കുന്നത്. അവർക്ക് എന്താ കുഴപ്പം എന്നുള്ളത്. അവർക്ക് അതേ കുഴപ്പമുള്ളൂ. കാരണം അവർക്ക് എപ്പോഴും വലുതായിട്ടുണ്ടായിട്ടുള്ളത് അവരുടെ രാഷ്ട്രവാദം തന്നെയാണ്. പിന്നെ ഞാൻ കുട്ടിയായിരിക്കുന്ന കാലം മുതൽ ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ പല ക്ലാസ്സുകളിലും അബദ്ധവശാൽ പെട്ടിട്ടുള്ള ഒരു വ്യക്തി കൂടി ആയിരിക്കും ഞാൻ പറയുകയാണ്. അബ്ദുറഹിമാനെ പോലെയൊക്കെയുള്ള ആളുകളോട് പ്രസംഗിച്ച് നടന്നിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ ഒന്ന് കേൾക്കുന്നത് നല്ലതാണ്. എന്താ പറഞ്ഞിട്ടുള്ളത്? നമ്മൾ വോട്ട് ചെയ്യാൻ പാടില്ല, ജനാധിപത്യ വ്യവസ്ഥിതിയിൽ നമ്മൾ പങ്കെടുക്കാൻ പാടില്ല, നമ്മളിവിടെ നമ്മളുടെ നിയമ സംവിധാനങ്ങളിലൂടെ പോകാൻ പാടില്ല, അതെല്ലാം ശിർക്കാണ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന ജമാഅത്ത് ഇസ്ലാമി അവരുടെ ക്ലാസ്സുകളിൽ പോയിരുന്ന് വോട്ട് ചെയ്യരുതെന്ന് പറയുന്നത് കേട്ടപ്പോൾ അന്ന് കുട്ടിയായിരുന്ന എനിക്കത് കേട്ടിട്ട് കുറച്ച് ബോധം, നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ള കാര്യമായതുകൊണ്ട് ഇതെന്താ ഈ പറയണത് എന്ന് തോന്നിയിട്ട് നമ്മൾ തിരിഞ്ഞു നടന്നിട്ടുള്ള വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ നമ്മളിങ്ങനെ ഇരുന്നിട്ട് ഈ എക്സ് മുസ്ലിം എന്നൊക്കെ പറഞ്ഞ് ഇരിക്കേണ്ടി വരുന്നത്. കാരണം അതിന് അവരെടുത്തു വെച്ച കാരണം ഇസ്ലാം തന്നെയാണ് അവർ പറഞ്ഞത്, ഷിർക്ക് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കും ഇവിടെ എന്തിനാ മതം വലിച്ചഴിക്കുന്നതെന്ന്. മതം വലിച്ചഴിച്ചിട്ടാണ് ഇവിടെ രാഷ്ട്രീയം പഠിപ്പിക്കുന്നത്. ഷിർക്ക് എന്ന് പറയുന്ന വാക്ക് തന്നെ മതത്തിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഷിർക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇലക്ഷന് വോട്ട് ചെയ്യരുത്, ഷിർക്കാണെന്ന് പറഞ്ഞുകൊണ്ട് ബാങ്ക് ജോലി എടുക്കരുത്, ഷിർക്കാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിയമ സംവിധാനങ്ങൾ കോടതികളിലെ ഒന്നും സമീപിക്കരുത് എന്ന് പറഞ്ഞ് പഠിപ്പിച്ച ആളുകൾ, അവരെക്കുറിച്ചാണോ നിങ്ങൾ ചോദിക്കുന്നത് എന്താ ജമാഅത്ത് ഇസ്ലാമിക്ക് കുഴപ്പമെന്ന്? എങ്ങനെ സാധിക്കുന്നു നിങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കാമെന്ന് എനിക്ക് ചോദിക്കാനുള്ളൂ. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിലഭദ്രമാക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള തക്കികളിലൂടെ അവർ സ്വയം ഇങ്ങനെ പരിവർത്തനം ചെയ്യപ്പെടുന്നു എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള തരികടകൾ ഇറക്കുന്നു എന്നതിനപ്പുറത്തേക്ക്
യഥാർത്ഥത്തിൽ എന്താണ് ഇന്ന് ഈ കാലഘട്ടത്തിൽ ജമാഅത്ത് ഇസ്ലാമിക്ക് പ്രസക്തി പോലും ഉണ്ട് എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുക? ഒരു പ്രസക്തിയില്ല. നിങ്ങൾ അങ്ങനെ മാറുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ആ സംഘടന പിരിച്ചുവിടുകയാണ് വേണ്ടത്. ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന ഇവിടെ ഉണ്ടാവാനേ പാടില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം അങ്ങനെ വരുന്ന സമയത്താണ് അതിന് വോട്ട് നേടുന്നതിനെ കുറിച്ചിട്ടുള്ള ചർച്ച. അപ്പം ഞാൻ പറയുന്നു, ഈ പ്രീണന രാഷ്ട്രീയം എന്ന് പറയുന്നത് വലിയ ഒരു ദുരന്തത്തിലേക്കാണ് കൊണ്ടുവെക്കുക. ഇത് മറ്റ് രാഷ്ട്രീയം കളിക്കുന്ന ആളുകൾക്ക് അവരുടേതായിട്ടുള്ള ഭൂരിപക്ഷ വർഗീയത എന്നൊക്കെ വിളിക്കാവുന്ന തരത്തിലുള്ള വർഗീയ രാഷ്ട്രീയവും ഇവിടെ എടുക്കാനുള്ള സാധ്യതയാണ് നിങ്ങൾ ഉണ്ടാക്കി വെക്കുന്നത്. പരസ്പരം അങ്ങോട്ടും കൊടുത്തും കൊണ്ടും ഇത് വളർന്നു കഴിയുമ്പോൾ നമ്മൾ യഥാർത്ഥ ജനാധിപത്യ മതേതര ലക്ഷ്യങ്ങളിൽ നിന്നും അകന്നുപോയിക്കൊണ്ട് ഇത് പച്ചയായ വർഗീയ രാഷ്ട്രീയം കളിക്കുന്നതിലേക്ക് കൊണ്ടെത്തിക്കും. അതിനിപ്പോൾ ആരാ വഴിവെക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഹിന്ദു തീവ്രവാദ സംഘടനകളെന്നോ സംഘപരിവാറെന്നൊന്നും പറഞ്ഞിട്ട് നിങ്ങൾക്ക് അവിടെ കൈയൊഴിയാൻ കഴിയില്ല. അതിന് തുടക്കം വെക്കുന്നത് നമ്പർ 1 അതിൻ്റെ കാരണമായിട്ട് വരുന്നത് ഈ ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾ, ഇസ്ലാമിക രാഷ്ട്രവാദ സംഘടനകൾ, ജമാഅത്ത് ഇസ്ലാമി പോലുള്ള സംഘടനകൾ, അതിനെ സമദൂരത്തിൽ നിർത്തണം. അതിനെ സമദൂരം എന്ന് പറഞ്ഞപ്പോൾ ഒരു തരത്തിലും അടുപ്പിക്കാൻ പാടില്ല എന്ന ഒരു നിയമം അല്ലെങ്കിൽ അങ്ങനെ ഒരു നിലപാട് എടുക്കേണ്ട സമയത്താണ് അഭിമാനപൂർവ്വം ഞങ്ങളത് കൈക്കൊണ്ടിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന നിലയിലേക്ക് കോൺഗ്രസിന്റെ വക്താക്കൾ മാറുന്നു. അപ്പോൾ അത് പരിശോധിക്കണം. ഏതായാലും അതിനെ തള്ളി പറയുന്ന ഇടതുപക്ഷത്തോട് എനിക്ക് പറയണം, ഇനി ഭാവിയിൽ നിങ്ങൾ അത് ഏറ്റുപറയുന്ന ആളുകളായിട്ട് മാറരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. BJP-യോടും എനിക്കത് തന്നെയാണ് പറയാനുള്ളത്. കാരണം പലപ്പോഴും ആലപ്പുഴയിൽ നടക്കുമുള്ള ചില CPM-ന്റെ ഒക്കെ ചില ഗ്രൂപ്പുകളിൽ നിന്നുള്ള വാർത്തകൾ നമ്മൾ മുന്നേ കണ്ടതാണ്. SDPI-യുമായിട്ടുള്ള ബന്ധം ആരോപിച്ചുകൊണ്ട് കൂട്ടമായ രാജിവെക്കലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പല വെസ്റ്റ് ബംഗാളിലും മറ്റു പല സ്ഥലങ്ങളിൽ SDPI-യുടെ സപ്പോർട്ട് നേടിക്കൊണ്ട് വോട്ട് നേടുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. കേരളത്തിലും അത് നടന്നിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോൾ പാലക്കാട് ഈ ഉപതെരഞ്ഞെടുപ്പ് നടന്ന ശേഷം SDPI-യുടെ ആ ഒരു തുറന്ന പ്രഖ്യാപനമൊക്കെ വന്നപ്പോഴാണ് ഇതിപ്പോൾ വീണ്ടും ഇങ്ങനെ ഒരു ജാള്യത നിറഞ്ഞൊരു സാധനമായിട്ട് മാറിയത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നു ഇതെന്നും അങ്ങനെ തന്നെയാണ്, എന്നും അങ്ങനെ തന്നെയാണ് ഉണ്ടാകേണ്ടത്. മതേതരത്വത്തിന് അതല്ലെങ്കിൽ ജനാധിപത്യ മൂല്യങ്ങൾക്കെതിരെയുള്ള ഒരു കൊഞ്ഞനം കുത്തലാണ് സത്യത്തിൽ ഇത്തരത്തിലുള്ള മതരാഷ്ട്രവാദക്കാരുമായിട്ടുള്ള കൈകോർക്കൽ എന്നത് എല്ലാ രാഷ്ട്രീയക്കാർക്കും ഉൾക്കൊള്ളാൻ കഴിയേണ്ട ഒരു പാഠമാണെന്നാണ് പറയാനുള്ളത്. CK ഷാക്കിറിന് മറുപടി പറയേണ്ട ഒട്ടേറെ വസ്തുതകൾ ഡോക്ടർ ആരിഫ് ഹുസൈൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗിന്റെ പ്രതിനിധി ഷാക്കിറിലേക്കാണ്. ഷാക്കിർ, ഡോക്ടർ ആരിഫ് ഹുസൈൻ ചൂണ്ടിക്കാണിച്ചതുപോലെ എങ്ങനെയാണ് ഇങ്ങനെ മുസ്ലിം ലീഗിന് ജമാഅത്തെ ഇസ്ലാമിയെയും SDPI-യെയും ഒക്കെ ഇങ്ങനെ പിന്തുണച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കാൻ കഴിയുന്നത്? ഒരു സാധാരണ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകൻ ഇതെങ്ങനെയാണ് നോക്കിക്കാണുക? താങ്കൾക്ക് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ കഴിയുന്നത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഒന്ന്, ഞാൻ പറയാത്തത് എൻ്റെ വായിൽ പിന്നെ വെക്കല് ദയവായിട്ട്. മറ്റൊന്ന്, ഞാൻ പറഞ്ഞ കാര്യം അല്ല ഷാക്കിർ തന്നെയാണ് പറഞ്ഞത്. ജമാഅത്തെ ഇസ്ലാമി ഇങ്ങനെ പിന്തുണച്ച് വോട്ട് തരുന്നത് കൊണ്ട് എന്താണ് കുഴപ്പം? ഞാൻ SDPI പറഞ്ഞിട്ടില്ല. ഞാൻ SDPI പരാമർശിച്ചിട്ടില്ല. SDPI എന്ന വാക്ക് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഈ ജമാഅത്തെ ഇസ്ലാമി, SDPI, അതുപോലെ വെൽഫെയർ പാർട്ടി, PDP ഇതൊക്കെ ഒരേ തൂവൽ പക്ഷികളാണെന്നാണ് പറഞ്ഞു വരുന്നത്. അത് നിങ്ങൾ പറയണല്ലേ? ജമാഅത്തെ ഇസ്ലാമിയുമായി അപ്പോൾ സമരസപ്പെട്ടോ? ഒരു മിനിറ്റ്. ജമാഅത്തെ ഇസ്ലാമിയുമായി ലീഗ് സമരസപ്പെട്ടോ? ഞാൻ പറയട്ടെ, നിങ്ങൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. നീലിമ ചോദിച്ച ഇപ്പോൾ ഈ എക്സ് മുസ്ലിം ആക്ടിവിസ്റ്റ് എന്നുള്ള പേരിൽ ഇരിക്കുന്ന സുഹൃത്ത് അദ്ദേഹം നേരത്തെ ജമാഅത്ത് ഇസ്ലാമിയുടെ ക്ലാസ്സിന് കുറേ പോയി, പിന്നെ SFI-ലും ഇടതുപക്ഷത്തിലും കുറേ പ്രവർത്തിച്ചു. ഇപ്പോൾ അദ്ദേഹം എക്സ് മുസ്ലിമായി ഇപ്പോൾ സംഘപരിവാറിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് സംസാരിച്ചത്. ശ്രീ റെജി ലൂക്കോസ് അദ്ദേഹം പറഞ്ഞതിന് മറുപടി ഉണ്ട്. അദ്ദേഹം PDP പിന്നെ UDF-നാണ് പിന്തുണച്ചത് പറഞ്ഞ് തടി ഊരാൻ ശ്രമിക്കുകയാണ്. നമുക്കറിയാലോ, ഇപ്പോൾ അവസാനം നടന്ന പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ PDP 91-ൽ RSS-ന് പകരം ISS ഉണ്ടാക്കിയ കക്ഷിയാണ് അബ്ദുൽ നാസർ മദനി. ആ അബ്ദുൽ നാസർ മദനി ISS നിരോധിച്ചപ്പോൾ PDP ഉണ്ടാക്കിയിട്ട് ഒറ്റപ്പാലം തെരഞ്ഞെടുപ്പിൽ, ഗുരുവായൂർ തെരഞ്ഞെടുപ്പിൽ, തലശ്ശേരിയിൽ നായനാർക്ക് വേണ്ടി, പിന്നെ അങ്ങനെ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പരസ്യമായി പിന്തുണച്ചവരാ. E.T. മുഹമ്മദ് ബഷീർ സാഹിബിനെ തോൽപ്പിക്കാൻ വേണ്ടി പിണറായി വിജയൻ അബ്ദുൽ നാസർ മദീനെ തോളിൽ കൈവച്ച് നമുക്കറിയാം, നമ്മൾ ചർച്ച ചെയ്ത വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു തീവ്രവാദികളെയും ഭീകരവാദികളെയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇക്കാലം അത്രയും പിന്തുണച്ചിട്ടില്ല. അത് RSS-ന്റെ വർഗീയതയാണെങ്കിലും, അത് ISS-ൻ്റെതാണെങ്കിലും, PDP-യുടേതാണെങ്കിലും, SDPI-യുടേതാണെങ്കിലും ഒരേ നിലപാടാണ്. ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും നമ്മുടെ നാടിന് ആപത്താണ് എന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള, അത് പ്രഖ്യാപിച്ചിട്ടുള്ള, അത് പ്രാവർത്തികമാക്കിയിട്ടുള്ള പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അത് വേറെ ഏതെങ്കിലും UDF-ന്റെ നേതാവ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തോട് ചോദിക്കണം.
ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ കൃത്യമായി നമ്മൾ പറഞ്ഞതാണല്ലോ, ജമാഅത്ത് ഇസ്ലാമിയെ കുറിച്ച് അതൊരു ഭീകരവാദ സംഘടനയാണ് എന്ന് നമുക്ക് അഭിപ്രായമില്ല. എന്നാൽ ജമാഅത്ത് ഇസ്ലാമിയുടെ ഐഡിയോളജിയുമായി നമുക്ക് യോജിക്കാൻ കഴിയില്ല. എന്ന് താങ്കൾക്ക് എങ്ങനെ പറയാൻ കഴിയുന്നു എന്നാണ് ചോദിക്കുന്നത്. ഡോക്ടർ ആരിഫ് ഹുസൈൻ ഒരു സെക്കൻഡ് കൊടുക്കൂ. ഒറ്റ സെക്കൻഡ് ഷാക്കിറിനോട് ഒരു ക്ലാരിഫിക്കേഷൻ. നമുക്ക് വോട്ട് ചെയ്തിട്ടില്ല എന്നതിന്റെ പേരിൽ ആക്ഷേപിക്കാൻ പാടില്ലല്ലോ. തീർച്ചയായിട്ടും ഒരൊറ്റ കാര്യമുള്ളൂ. അതായത് ഷാക്കിർ പറയുന്നു ജമാഅത്ത് ഇസ്ലാമിയുടെ ആശയത്തോട് നമുക്ക് യോജിപ്പില്ല, പക്ഷെ അവരൊരു തീവ്രവാദ സംഘടനയാണ്, അവരൊരു പ്രശ്നക്കാരാണ് എന്ന് പറയുന്നതിനോട് യോജിപ്പില്ല എന്നും പറയുന്നു. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ജമാഅത്ത് ഇസ്ലാമിയുടെ ഏത് വാദത്തോടാണ് നിങ്ങൾക്ക് എതിർപ്പ്? എന്താണ് ജമാഅത്ത് ഇസ്ലാമിയുടെ ആശയപരമായിട്ടുള്ള നിങ്ങളുടെ എതിർപ്പ്? ഏത് വാദത്തോടാണ്? ഞങ്ങൾ ഇപ്പോൾ ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്. ഇപ്പോൾ CPM-ഉമായി പിന്നെ ഒരു കാലത്ത് ഞങ്ങൾക്ക് സഖ്യമുണ്ടായിരുന്നു. CPM-ഉമായി അത് ഇപ്പോൾ അതിശക്തമായി വിയോജിപ്പും രാഷ്ട്രീയ ഏറ്റുമുട്ടലൊക്കെ നടക്കുന്നു. CPM ഒരു ഭീകരവാദ സംഘടനയാണ് എന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല. എന്നാൽ അവരുടെ ചെയ്തികളും ഭരണവും മോശമാണ് എന്ന് ഞങ്ങൾക്ക് അഭിപ്രായമുണ്ട്. അത് കാര്യങ്ങൾ വ്യക്തമാണല്ലോ. ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമി, ഞാൻ നിങ്ങളോട് എല്ലാവരോടും ചോദിക്കട്ടെ, ഈ പാനലിൽ ഇരിക്കുന്ന നീലിമയോട് ചോദിക്കട്ടെ, ഞാൻ കൃത്യമായി പറഞ്ഞു, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ആ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന് മറ്റൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയത് ലീഗിനെ തകർക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്ത ആളുകളാണ് റജി ലൂക്കോസിന്റെ പാർട്ടിക്കാർ. കാലങ്ങളായി 2011 വരെ എല്ലാ തെരഞ്ഞെടുപ്പിലും, ഇപ്പോൾ ഇന്നലെ ചന്ദ്രികയിൽ ഡോക്ടർ MK മുനീർ സാഹിബ് ലേഖനം എഴുതിയിട്ടുണ്ട്. ഞാൻ നീലിമയ്ക്ക് ഇപ്പോൾ അയച്ചു തന്നതിന് സംശയമുണ്ട്. 23 പഞ്ചായത്തിൽ മലപ്പുറം ജില്ലയിൽ CPM പ്രത്യക്ഷ സഖ്യത്തിലായിരുന്നു. കോഴിക്കോട് ജില്ലയിൽ 15 അങ്ങനെ പാലക്കാട് മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഐക്യജനാധിപത്യ മുന്നണി ഇതിൽ ഏതെങ്കിലും വിഭാഗമായി സഖ്യം ഉണ്ടാക്കിയിട്ടുണ്ടോ? പിന്നെ തെരഞ്ഞെടുപ്പിൽ ഓരോ ആളുകളും ആർക്കെങ്കിലും വോട്ട് ചെയ്യുന്നതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ വോട്ട് ചെയ്തു എന്നുള്ളതിൻ്റെ പേരിൽ ഇപ്പോൾ ഇവിടെ സ്ക്രീനിൽ ഇപ്പോൾ തന്നെ നേരത്തെ റജി ലൂക്കോ സംസാരിക്കും, നിങ്ങൾ സ്ക്രീനിൽ കാണിച്ചത് എന്താണ്? ഡൽഹി AKG സെന്ററിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാക്കന്മാർ ഇരിക്കുന്ന ഫോട്ടോയിൽ നിങ്ങൾ കാണിച്ചിട്ടുള്ളത് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. റജി ലൂക്കോസ് നിങ്ങളത് കാണുന്നുണ്ടോ? എന്തിനാണ് AKG സെന്ററിൽ ജമാഅത്ത് ഇസ്ലാമിക്കാർ സ്വീകരിച്ചിരുന്നത്? ഇപ്പോൾ ഞാൻ കോഴിക്കോട് നിന്ന് സംസാരിക്കുന്നത്. ഇവിടെ തൊട്ടടുത്താണ് ഹിറ സെന്ററിൽ. ഈ ഹിറ സെന്ററിൽ CPM-ന്റെ സമുന്നതരായ നേതാക്കന്മാർ വോട്ടിന് വേണ്ടി എത്ര തവണ കയറി നിരങ്ങിയിട്ടുണ്ട്. എന്താ നിങ്ങൾ മറച്ചു വെക്കുന്നത്? അന്ന് അവർ വേറൊരു കൂട്ടർ, ഇന്നവർ വേറെ കൂട്ടർ. ഞങ്ങൾ അന്നും ഇന്നും ഒരേ അഭിപ്രായമാണ്. ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രഖ്യാപിതമായ സംഘടനാ താല്പര്യത്തോട് ഞങ്ങൾക്ക് യോജിപ്പുണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങൾ ആ സംഘടനയെ ചേരൂലായിരുന്നു. അതിനോട് യോജിപ്പില്ല, വിയോജിപ്പാണ്. അവരുണ്ടാക്കിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് ഞങ്ങൾക്ക് വിയോജിപ്പാണ്. എന്നാൽ ആ പ്രസ്ഥാനം രാഷ്ട്രീയമായി ഞങ്ങൾക്ക് വോട്ട് ചെയ്താൽ ഞങ്ങൾക്ക് എതിരെ വോട്ട് ചെയ്തു എന്നുള്ളത് കൊണ്ട് അവർ ഭീകരവാദിയാക്കി തീവ്രവാദികളാക്കി ചിത്രീകരിക്കുന്നതിന് യോജിപ്പില്ല എന്ന് മാത്രമാണ് പറഞ്ഞത്. അതായത് UDF-ന് വോട്ട് നൽകുന്നത് കൊണ്ട് ഞങ്ങൾ അവരെ ഭീകരവാദികളായി ചിത്രീകരിക്കുന്നില്ല, അതല്ലേ പറഞ്ഞു വരുന്നത്? അവരിനി LDF-ന് വോട്ട് ചെയ്താലും ഞങ്ങൾ അവരെ ഭീകരവാദികളെ ചിത്രീകരിക്കൂല. അത് ഇത്ര കാലം അവർ LDF-നല്ലേ വോട്ട് ചെയ്തിരുന്നത്. ഇനി അവർക്ക് സ്വന്തമായ രാഷ്ട്രീയ പാർട്ടി, ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് വലിയൊരു രാഷ്ട്രീയ പ്രസ്ഥാനോ സംഘടന അല്ല ഇവർ. പക്ഷേ ഇവരൊരു നിലപാട് സ്വീകരിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ UDF-ന് ഈ ഫാസിസ്റ്റ് ദുർഭരണത്തിനെതിരെ അവർക്ക് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചു. കേരളത്തിലെ പിണറായി വിജയന്റെ ദുർഭരണത്തിനെതിരെ അവർ UDF-ന് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചു. ആ ഒരൊറ്റ കാരണം കൊണ്ട് ഇവരെ ഭീകരവാദികളാക്കേണ്ട കാര്യമുണ്ടോ? ആ കാര്യം പാലക്കാട് നടന്ന തെരഞ്ഞെടുപ്പിൽ SDPI UDF-നെ പിന്തുണച്ചത് പിണറായി വിജയനെതിരെ വോട്ട് ചെയ്യാനല്ല, ഇവിടെ BJP സ്ഥാനാർത്ഥി ജയിക്കരുത് എന്ന വാദം മുൻനിർത്തിക്കൊണ്ടാണ് വീടുകൾ തോറും കയറിയിറങ്ങി അത്തരത്തിലൊരു പ്രചാരണം നടത്തിയത്. ശ്രീ യുവരാജ് ഗോകുൽ, അങ്ങനെയായിരുന്നില്ലേ പാലക്കാട്ടെ സ്ഥിതി? അല്ല, എനിക്ക് ഷാക്കിറിനോട് ഒരു ബഹുമാനമൊക്കെ തോന്നുന്നുണ്ട്. മറ്റൊന്നുമല്ല, ഇത്രയും വളരെ ഓപ്പൺ ആയിട്ട് അയാളുടെ ഐഡിയോളജിക്കൽ ഗ്രൗണ്ട് പറയാൻ വേണ്ടിയിട്ട് തയ്യാറാകുന്നുണ്ടല്ലോ എന്നാണ്. കാരണം ഞങ്ങൾ സഖ്യം ചെയ്യും, എന്താ കുഴപ്പം, അവരുടെ വോട്ട് മേടിക്കും എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോധ്യത്തിലേക്ക് അവർ വളരെ പബ്ലിക്കായിട്ട് തന്നെ വരുന്നു എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം മാത്രമേ ഉള്ളൂ. ഇത് ആട്ടിൻ തോലിട്ട ചെന്നായയാണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് അത് ആട്ടിൻ്റെ തോലെടുത്ത് മാറ്റി വരുമ്പോൾ ആൾക്കാരെ ബോധ്യപ്പെടുത്താൻ കുറച്ചുകൂടി എളുപ്പമുണ്ടല്ലോ. ഷാക്കിർ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. 2015 ദ ഹിന്ദുവിൽ ഒരു വാർത്തയുണ്ട്. അതിനകത്ത് ഈ പാനൂർ മുനിസിപ്പാലിറ്റിയിൽ ഉൾപ്പെടെ LDF-ഉം ഈ ജമാഅത്തെ ഇസ്ലാമിയും തമ്മിലുള്ള അലയൻസിനെ കുറിച്ചിട്ട് മുസ്ലിം ലീഗിന്റെ, നിങ്ങളുടെ IUML-ന്റെ അന്നത്തെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് VK അബ്ദുൽ ഖാദർ മൗലവി അദ്ദേഹം വിളിച്ചിരിക്കുന്നത് അൺഹോളി അലയൻസ് എന്നാണ്.
ഈ അൺഹോളി അലയൻസ് ഇപ്പൊ CPM-ഉം CPI-യും അല്ലെങ്കിൽ കേരള കോൺഗ്രസ് മാണിയും ഇവരെല്ലാം കൂടി ചേർന്ന് LDF ഉണ്ടാക്കിയിരിക്കുന്നതിന് നിങ്ങൾ അൺഹോളി അലയൻസ് എന്ന് വിളിക്കുമോ? ഇല്ലല്ലോ, അലയൻസ് എന്നല്ലേ വിളിക്കുള്ളൂ. അപ്പൊ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് അലയൻസ് ഉണ്ടാക്കിയതിന് എന്തിനാണ് അൺഹോളി അലയൻസ് എന്ന് വിളിച്ചിരിക്കുന്നത്? നിങ്ങൾക്ക് അന്നത് തീവ്രവാദ പ്രസ്ഥാനമാണ്, ഭീകരവാദ പ്രസ്ഥാനമാണ് എന്നുള്ള നിലയിൽ വാദം ഉയർത്തിയിരുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. നിങ്ങൾക്ക് അവരുടെ വോട്ട് അവർ തരാൻ തുടങ്ങിയതിന് ശേഷം നിങ്ങളുടെ നിലപാട് മാറി. അവര് വിശുദ്ധ പശുക്കളായിട്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മാറി. നിങ്ങളിപ്പോ LDF-നെതിരെ ഉന്നയിക്കുന്ന ആരോപണം ഉണ്ടല്ലോ, നിങ്ങൾക്ക് വോട്ട് തരാതായതോടുകൂടി അവരെ അങ്ങനെയൊക്കെ പറയുന്നത് ശരിയാണോ എന്നാണ് നിങ്ങൾ ചോദിക്കുന്നത്. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്കല്ലാതെ LDF-ന് വോട്ട് കൊടുത്തോണ്ടിരുന്ന സമയത്ത് നിങ്ങളും ഇതൊക്കെ തന്നെയാണ് ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള സംഘടനയെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഈ പറയുന്ന മൗദൂദികളുമായിട്ട് നിങ്ങൾ സഖ്യം ചെയ്യാൻ തീരുമാനിച്ചു എന്നുള്ള കാര്യം കേരളത്തിന്റെ മുമ്പിൽ തുറന്നു പറയുവാനുള്ള ആർജവം കാണിച്ചതിന് നിങ്ങളോട് രാഷ്ട്രീയ കേരളം എല്ലാ കാലത്തും കടപ്പെട്ടിരിക്കും എന്നാണ് UDF-ന്റെ പ്രതിനിധിയോട് പറയാനുള്ളത്. ഇനി ശ്രീ റെജി ലൂക്കോസിനോട്, ശ്രീ റെജി ലൂക്കോസ്, ഈ ആസനത്തിൽ ആലുകിളർത്താൽ അതിനെ തടല് എന്ന് പറഞ്ഞ് എടുക്കരുത്. നിങ്ങളിപ്പോ PDP അലയൻസ് BJP ഉണ്ടാക്കി കാശ്മീരിൽ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വലിയ വായിൽ പറഞ്ഞു. ഈ PDP അലയൻസ് ഫെബ്രുവരി 2019 നമ്മുടെ ഇവരുടെ ഫെബ്രുവരി 19 2024 മെഹബൂബ മുഫ്തിയുടെ ഒരു ട്വീറ്റ് ഇപ്പോഴും ട്വിറ്ററിൽ എക്സിൽ ഇപ്പോഴും കിടപ്പുണ്ട്. ആ എക്സിനകത്ത് അവര് പറയുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ പറയുന്ന INDI മുന്നണിയുടെ ഭാഗം തന്നെയാണ് എന്നാണ്. നിങ്ങൾ ആ മുന്നണിക്കകത്തില്ലേ? നിങ്ങളെ പുറത്താക്കിയായിരുന്നോ മുന്നണിയിൽ? അതോ നിങ്ങൾ ഇറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നോ? നിങ്ങൾ ആ മുന്നണിയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്നും നിൽക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം മറ്റൊരു ചാനലിലെ ചർച്ചയിൽ ശ്രീ റഹീം വലിയ വായിൽ INDI മുന്നണിയുടെ പ്രതിഷേധം ഉണ്ടാവും, അതുണ്ടാവും, ഇതുണ്ടാവും എന്ന് പറഞ്ഞാൽ മുന്നണിയുടെ വക്താവായിട്ട് സംസാരിക്കുന്നത് കണ്ടായിരുന്നു. ഈ പറയുന്ന PDP അവിടുന്ന് ജമ്മു കാശ്മീരിൽ അലയൻസിൽ നിന്ന് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായത് നിങ്ങളുടെ എന്തെങ്കിലും കാര്യം കൊണ്ടല്ല. നാഷണൽ കോൺഫറൻസിനെ സംബന്ധിച്ചിടത്തോളം അവരും ഇവരും തമ്മിൽ നടന്ന സീറ്റ് ചർച്ചയിൽ രമ്യതയിൽ എത്താത്തതിന്റെ പേരിൽ മാത്രമാണ്. അതിനെ എടുത്ത് നിങ്ങൾ വലിയ തണലായിട്ട് പിടിക്കരുത്. നിങ്ങൾക്ക് തരികാമി പോയിട്ട് ഞങ്ങൾക്ക് നിങ്ങളുടെ പിന്തുണ വേണ്ടാത്തോട്ടൊന്നുമല്ല. ആ പറയുന്ന അലയൻസ് അവിടെ പൊട്ടിപ്പൊളിഞ്ഞു പോയത് കൊണ്ട് മാത്രമാണ്, അത് സീറ്റ് തർക്കത്തിന്റെ പേരിൽ മാത്രമാണ്. അതിനെയൊക്കെ എടുത്ത് ഇവിടെ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ VDP-യുമായിട്ട് സഹകരിച്ചിട്ടില്ല എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് പോയി കഴിഞ്ഞാല് സാറേ, നിങ്ങളുടെ നിലപാടുകളും നിങ്ങൾ ഈ പറയുന്ന 2015 നിങ്ങൾ ഏതെങ്കിലും ഭൂതകാലത്തല്ല ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയായിട്ട് സഖ്യം ഉണ്ടാക്കിയിരിക്കുന്നത്. ഹമീദ് ചേന്നമംഗലൂരിനെ പോലുള്ള പ്രഖ്യാപിത ഇടത് നിരീക്ഷകര് നിങ്ങളുടെ ഈ മുക്കത്തുൾപ്പെടെയുള്ള ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി ഇടതുപക്ഷ കൂട്ടുകെട്ടിനെ കുറിച്ചിട്ട് വളരെ വ്യക്തമായിട്ട് അന്ന് ഹിന്ദുവിൽ ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവർക്ക് പ്രതികരണം നൽകിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഈ എല്ലാം ഭൂതകാലത്തേക്ക് മറന്നുപോയി എന്നൊന്നും വിചാരിക്കരുത്. അബ്ദുൽ നാസർ മദനിയെ പോലൊരു കൊടും ഭീകരവാദിയോട് വേദിയിൽ ഒരു ഉളുപ്പും ഇല്ലാതെ വേദി പങ്കിട്ട ആളാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ. അതുകൊണ്ട് നിങ്ങളുടെ നിലപാട് എന്തൊക്കെയാണെന്നുള്ള കാര്യം കേരളം കാലാകാലങ്ങളിൽ കണ്ടുവരുന്നുണ്ട്. നിങ്ങളുടെ ഒരു ഏരിയ കമ്മിറ്റി മൊത്തമായിട്ട് രാജിവെച്ച് പോകുന്ന സാഹചര്യം ഉണ്ടായി SDP അലയൻസിന്റെ പേരിൽ മാത്രം. ഇനി പോട്ടെ, 2016 ജമാഅത്തെ ഇസ്ലാമി SDP-യും വട്ടിയൂർക്കാവിൽ K മുരളീധരന് പിന്തുണ കൊടുക്കുമ്പോൾ 2016 നേമത്ത് ഈ പറയുന്ന ആൾക്കാരുടെ പിന്തുണ ആർക്കാ കിട്ടിയത്? 2021 ആർക്കാ കിട്ടിയത്? വളരെ വ്യക്തമായിട്ട് SDP-യുടെ അന്നത്തെ സ്റ്റേറ്റ് പ്രസിഡന്റ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞങ്ങൾ CPM-ഉമായിട്ട് ചർച്ച നടത്തി, അതിന്റെ അടിസ്ഥാനത്തിൽ 10,000 വോട്ടെങ്കിലും ഏറ്റവും കുറഞ്ഞത് നേമം മണ്ഡലത്തില് കുമ്മനം രാജശേഖരനെതിരെ മറിച്ച് CPM സ്ഥാനാർത്ഥി ശിവൻകുട്ടിക്ക് കൊടുക്കാൻ തയ്യാറായിട്ടുണ്ട് എന്നുള്ള കാര്യം. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും കാലാകാലങ്ങളിൽ തരാതരം പോലെ ഈ പറയുന്ന ഇസ്ലാമിക് ഫണ്ടമെന്റലിസ്റ്റുകളുമായിട്ട് കോംപ്രമൈസ് ചെയ്യുവാനും അവരുമായി സഖ്യത്തിൽ ഏർപ്പെടുവാനും അവരുമായി രഹസ്യ ചർച്ചകൾ നടത്തുവാനും വേണ്ടിയിട്ട് തയ്യാറായിട്ടുണ്ട്. PDP-യുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധത്തിനെ, അബ്ദുൽ നാസർ മദനിയും ഉൾപ്പെടെയുള്ള ആൾക്കാരുമായിട്ടുള്ള ബന്ധത്തിനെ വലിയ ഗ്ലോറിഫൈ ചെയ്ത് നിങ്ങൾ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുവാൻ തയ്യാറായതുപോലെ തന്നെയാണ് ഇപ്പോൾ K മുരളീധരന് CP ജോണും ഒക്കെ കൂടി ചേർന്നിട്ട് ജമാഅത്തെ ഇസ്ലാമി SDP-യുമായിട്ട് സഖ്യം ചേർന്നിട്ട് കേരളത്തിന്റെ മുമ്പിലേക്ക് വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. രണ്ടും തമ്മിൽ വലിയ മാറ്റമൊന്നുമില്ല. പിന്നെ ശ്രീ ഷാക്കിറെ, അങ്ങ് ഇപ്പൊ പറഞ്ഞു ഏതെങ്കിലും ഒരു UDF നേതാവ് പറഞ്ഞു, ഏതെങ്കിലും ഒരു UDF നേതാവല്ല പറഞ്ഞിരിക്കുന്നത്, CP ജോണിനെ പോലെ ഒരാളാണ് പറഞ്ഞിരിക്കുന്നത്. ആ CP ജോണിന് കേരളത്തിന്റെ പൊതു സാമൂഹിക മണ്ഡലത്തിലെ രാഷ്ട്രീയ മണ്ഡലത്തിലെ വലിയ സ്വീകാര്യതയുള്ള വ്യക്തിയാണ്. അദ്ദേഹം വളരെ ഐഡിയോളജിക്കലായിട്ടുള്ള ഒരു കവറിംഗ് ഫയർ ആണ് ഈ പറയുന്ന അൺഹോളി അലയൻസുകൾക്ക്, SDP ഉൾപ്പെടെയുള്ള അൺഹോളി അലയൻസുകൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെ ഒഴിഞ്ഞു മാറി പോകാൻ വേണ്ടിയിട്ടൊന്നും സാധിക്കില്ല. വെറുതെ അങ്ങ് CP ജോണിനെ പോലെ ഒരാൾ പറയുകയൊന്നുമില്ല.
ആരെ കൊണ്ട് ആദ്യം പറയിക്കണം, ആ പറയുന്ന ആളെ കൊണ്ട് അത് എങ്ങനെ സ്ഥാപിപ്പിക്കണം എന്നൊക്കെയുള്ള വ്യക്തമായ ധാരണയോടുകൂടി തന്നെയാണ് നിങ്ങളുടെ ഈ മുന്നണി പ്രവർത്തിക്കുന്നതെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. CP ജോൺ ഒരു സ്ഥലത്തുനിന്ന് പറയുന്നു, K മുരളീധരൻ മറ്റൊരു സ്ഥലത്തുനിന്ന് പറയുന്നു, VD സതീശൻ അതിനെ മറ്റൊരാംഗിളിൽ പറയുന്നു. ഇത് മനസ്സിലാകാതിരിക്കുവാൻ വേണ്ടിയിട്ട് കേരളത്തിലെ ജനങ്ങളെന്ന് പറയുന്നത് പൊട്ടന്മാരൊന്നും അല്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ നിങ്ങൾക്ക് അതിൽ നിന്ന് അങ്ങനെ കൈ കഴുകി പോകാനൊന്നും പറ്റില്ല. ലീഗാണ് ഇത് ആദ്യം പറയുന്നതെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാകുന്നുള്ളത് കൊണ്ട് മാത്രമാണ് ലീഗിനെ മാറ്റി നിർത്തി CP ജോണിനെ പോലെ ഒരാളെ മുന്നിലേക്ക് ഇറക്കി വിട്ടിരിക്കുന്നത്, K മുരളീധരനെ പോലെ ഒരാളെ മുന്നിലേക്ക് ഇറക്കി വിട്ടിരിക്കുന്നത്. നിങ്ങൾ ഇതിൽ നിന്ന് അങ്ങനെ കൈ കഴുകി പോവുകയൊന്നും ചെയ്യരുതേ. ശ്രീ റെജി ലൂക്കോസ്, ഇത് വളരെ നിഷ്കളങ്കമായ ഒരു പ്രസ്താവനയായിട്ടൊന്നും കാണാൻ കഴിയില്ല K മുരളീധരൻ പറഞ്ഞത്, ഒപ്പം CP ജോൺ പറഞ്ഞതൊക്കെ. അതായത് UDF-ന്റെ ഒരു നയരൂപീകരണ സമിതിയിലേക്ക് സ്ഥിരം സാന്നിധ്യമായ ഉന്നതനായ ഒരു നേതാവാണ് CP ജോൺ എന്ന് പറയുന്നത്. ഒരുപക്ഷെ ലീഗ് പറഞ്ഞാൽ അതൊരു പ്രശ്നമാകും, CP ജോൺ പറയുമ്പോൾ അതൊരു പ്രശ്നമാകില്ല. ഇത് നോക്കൂ, ഇത് എവിടെയാണ് നമ്മെ കൊണ്ടെത്തിക്കുന്നത് എന്നതാണ് വലിയ ചോദ്യം. നിങ്ങൾ ഇരു മുന്നണികളും കൂടി ഈ കേരള രാഷ്ട്രീയത്തെ ചില ഛിദ്രശക്തികൾക്ക് മേൽ എറിഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് 2025 അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വൻ പദ്ധതി, വൻ ഗൂഢാലോചനയാണ് ഈ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ഗൗരവം എന്തുകൊണ്ട് CPM-നും LDF-നും ഇല്ല? അല്ല, ഇവിടെ CPM-ന്റെ കാര്യം അവിടെ നിൽക്കട്ടെ, ഞാനത് അടുത്ത ഘട്ടത്തിൽ പറയാം. അതായത് CP ജോൺ എന്താണ് പറഞ്ഞത് ചർച്ചകൾ തുടക്കത്തിൽ ഞാൻ പറഞ്ഞല്ലോ. CP ജോൺ K മുരളീധരനെ പിന്തുണച്ചുകൊണ്ട് ഈ പറയുന്ന വെൽഫെയർ പാർട്ടിയുടെ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വേണം എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന് അറിയാം 2019 മുതൽ പരസ്യമായ ബാന്ധവം തുടങ്ങിയ കേന്ദ്ര ദേശീയ തലത്തിൽ തന്നെ അവരുമായിട്ട് പരസ്യധാരണയിലുള്ള അതിനെ VD സതീശനെ എതിർത്ത് പറയേണ്ടത് VD സതീശനോടുള്ള വെല്ലുവിളി കൂടിയാണ് ഇന്ന് വാസവം പറയാണെന്നുള്ള CP ജോൺ നടത്തിയത്. CP ജോൺ എന്ന് പറയുന്ന വ്യക്തിയെ ഞാനും ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ്, ഐഡിയോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അദ്ദേഹം വലിയൊരു വമ്പൻ നേതാവാണ് UDF എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ ഒക്കെ ഐഡിയോളജി ആയിട്ട് എങ്ങനെയാണ് അദ്ദേഹം ആ കോൺഗ്രസിനകത്ത് കഴിഞ്ഞു കൊടുക്കുന്നുള്ള എനിക്കറിയില്ല. ഇപ്പൊ അദ്ദേഹത്തിന്റെ വർഗീയ മുഖം ഒരു പരിധിവരെ പുറത്തു വന്നു. അതെല്ലാം ഇവിടെ എനിക്ക് ഷാക്കിറിനോട് മറുപടി പറയാറുണ്ട്. ഷാക്കിറിലൂടെ ചർച്ചയിലുടനീളം ഈ ജമാഅത്തെ ഇസ്ലാമിയെ വെള്ളം പൂശൽ വിശുദ്ധ രാഷ്ട്രീയ കക്ഷിയായിട്ടാണ് അദ്ദേഹം പറയുന്നത്. അതായത് അദ്ദേഹത്തിന്റെ നിലപാട് ഏതാണെന്നുള്ളത് പാർട്ടിയുടെ നിലപാട് ഏതാണെന്നുള്ളത് ഞാൻ ചോദിച്ചത് ഒറ്റ ചോദ്യമേ ഉള്ളൂ. ഈ മുസ്ലിം ലീഗിന്റെ അടിത്തറ എന്ന് പറയുന്ന സമസ്ത എന്ന് പറയുന്ന ആത്മീയ സെക്രട്ടറി, ആ സമസ്ത ഈ ജമാഅത്തെ ഇസ്ലാമിയെ കഴിഞ്ഞ കുറെ നാളുകളുടെ പരസ്യമായിട്ട് തള്ളിപ്പറയാൻ ഉദാഹരണം പറയാം. മെക്സവൺ എന്ന് പറഞ്ഞ ഒരു വ്യായാമ കൂട്ടായ്മയ്ക്കെതിരെ ആദ്യമായിട്ട് രംഗത്തിറങ്ങിയത് സമസ്തയുടെ യുവജന വിഭാഗവും സമസ്തയുടെ ഒരു ഉസ്താദുമാണ് പരസ്യമായിട്ട് വന്നത്. എന്താ അവർ പറഞ്ഞത്? അവർ പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള ഒരു സംഘടനയുടെ ആശീർവാദത്തോടുകൂടി അല്ലെങ്കിൽ അവർ പിന്നിൽ നിന്നുകൊണ്ട് നടത്തുന്ന ഒരു ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കൂട്ടായ്മയാണ്. അതുകൊണ്ട് മുസ്ലിം സഹോദരങ്ങൾ ഒരു കാരണവശാലും ഇതിനകത്ത് കൂടരുത്, അത് കൊടുങ്ങും, അത് വലിയ വർഗീയവാദ സംഘടനകൾക്ക് മുമ്പോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്, അതൊരു എന്താ പറയുക ദേശവിരുദ്ധ കൂട്ടായ്മയാണെന്നുള്ള നാളുകൾ തിരിച്ചറിയുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശക്തമായ നിലപാടെടുത്ത സമസ്തയാണ്. നിങ്ങളത് മനസ്സിലാക്കണം. അപ്പൊ പിന്നെ നിങ്ങൾ എങ്ങനെയാ പറയുന്നത്? നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ സമസ്തയെ തള്ളി പറയാനുള്ള ചങ്കൂറ്റുണ്ടോ? ഇപ്പൊ പറയാം സമസ്ത പറഞ്ഞാൽ അംഗീകരിക്കുന്നില്ല എന്ന് പറയും. ഷാക്കിർ, ഞാൻ അങ്ങയിലേക്ക് വരാം. റെജി ലൂക്കോസ് സംസാരിക്കട്ടെ. ഞാൻ സംസാരിക്കട്ടെ. ഷാക്കിറിന്റെ നിലപാടിനോട് ഉള്ള നിങ്ങൾ പരസ്യമായിട്ട് ഇപ്പൊ ഈ ചർച്ചയിൽ സമസ്ത പറയുന്നത് ഞങ്ങളുടെ അഭിപ്രായമല്ല, ഞങ്ങൾക്ക് സമസ്തയായിട്ടൊരു ബന്ധമില്ല, നിങ്ങളത് പറഞ്ഞാൽ മതി ഈ വിഷയത്തിൽ. അപ്പൊ ഇരുട്ടത്തും പകൽ സമയത്ത് രണ്ട് മുഖം കാണിച്ചുകൊണ്ട് നിങ്ങൾ പോരുത്. നിങ്ങളുടെ UDF എന്ന് പറയുന്ന ഈ അവിയൽ മുന്നണിയുടെ അല്ലെങ്കിൽ സാമ്പാർ മുന്നണിയുടെ സകല തട്ടിപ്പുകളും പുറത്തു വന്ന് ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ K മുരളീധരൻ പറയുന്നു 2016 ഞാൻ ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെയും അതുപോലെ ആ കൂട്ടുകക്ഷികളുടെയും വോട്ട് മേടിയാണ് ഞാൻ നിയമസഭയിൽ. അദ്ദേഹം പറയുന്നു അല്ല എന്ന് സതീശൻ പറയുന്നു. അല്ല സതീശ, മുരളീധരൻ പറഞ്ഞത് ശരിയാണ്, ഈ വർഗീയവാദികളെ കൂടെ കൂട്ടണമെന്ന് ഇപ്പൊ താത്വികമായി അദ്ദേഹത്തെ പാടിപ്പോഴുത്തുന്ന ഒരു എന്താണ് മറുപടി കൊണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞ നിലപാട് ഇത് പരസ്യമായ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നു. ഇവിടെ രണ്ടാമത്തെ കാര്യം, ഇവിടെ ബഹുമാനപ്പെട്ട നമ്മുടെ BJPയുടെ സുഹൃത്തിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെല്ലാം പതിറ്റാണ്ടുകൾക്ക് വെള്ളം എന്തുപോലെ ഒഴുകിപ്പോയി. ഇപ്പോൾ കരണ്ട് രാഷ്ട്രീയം ഈ നാട് അനുഭവിക്കുന്ന വിഷയങ്ങൾ എന്തുകൊണ്ടാണ്? ഹിന്ദുത്വവാദികളായ വർഗീയവാദികളും മുസ്ലിം തീവ്രവാദികളും തമ്മിലുള്ള ഒരു ബാന്ധവമാണ് ഇതിലൂടെ പുറത്തു വരുന്നത്. ഞാൻ വസ്തുതയുടെ കാര്യമല്ലേ. ഞാൻ PDPയെ കുറിച്ച് പറഞ്ഞതൊക്കെ ശിവരാജ് ഗോകുൽ അത് അംഗീകരിച്ചത് എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം നിങ്ങളാണ് ഏറ്റവും കൂടുതൽ രാജ്യസ്നേഹത്തെ കുറിച്ചും ദേശവികാരത്തെ കുറിച്ചും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് പാർട്ടി നിങ്ങളാണ്. ആ നിങ്ങളെ പോലുള്ളവർ ഇതുപോലൊരു പീഡനവാദ സംഘടനയായിട്ട് മുന്നണി ഉണ്ടാക്കി ഈ രാജ്യത്ത് ഭരണത്തിലേറി ഒരു സംസ്ഥാനത്ത്
വർഷങ്ങളോളം ഭരിച്ചു എന്ന് പറയുന്നത് ഞങ്ങളുടെ ആരോപണത്തിന് അപ്പുറത്തായിട്ട് നിങ്ങൾക്ക് ഒരു മറുപടിയും പറയാൻ പറ്റുന്നതിനകത്ത് ത്രിപുരയുടെ കാര്യം ഞാൻ പറഞ്ഞു നിഷേധിക്കട്ടെ. PDP-യുമായിട്ട് രാഷ്ട്രീയമായ എതിർപ്പുകളുണ്ട്. PDP ഒരു വിഘടനവാദ സംഘടനയാണ് എന്നുള്ള തലത്തിലുള്ള ഒരു പ്രസ്താവനയൊന്നും അല്ല. അവരുടെ രാഷ്ട്രീയ നിലപാടുകളോട് പലതിനോടും ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അവിടെ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു, ആർട്ടിക്കിൾ 370 എടുത്ത് കളയുക എന്നുള്ളത്. ആ ലക്ഷ്യത്തിലേക്ക് വളരെ കൃത്യമായിട്ട് കൊണ്ടെത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു മാസ്റ്റർ ഗെയിം മാത്രമാണ് ഞങ്ങൾ അതോടെ ഇംപ്ലാന്റ് ചെയ്തിട്ടുള്ളത്. അത് വളരെ കൃത്യമായിട്ട് ഇന്ത്യയിലെ പൊതുജനങ്ങൾക്ക് അതിനെ കുറിച്ചിട്ട് ബോധ്യവുമുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ലക്ഷ്യമാണ് പ്രധാനം. മാർഗം പലതിലൂടെയും പോകും. പിന്നെ കേരളത്തിലെ PDP-യും ജമ്മു കശ്മീരിലെ PDP-യും തമ്മിൽ കൺഫ്യൂസ് ചെയ്ത് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ആ പരിശ്രമമൊക്കെ അവിടെ ഇരിക്കട്ടെ. ജനങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അതിനെ കുറിച്ചിട്ടൊക്കെ ബോധ്യമുള്ളത് തന്നെയാണ്. ഞാൻ ഇടയിലേക്ക് കയറി ഇടപെട്ടതല്ല, എനിക്ക് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് ശ്രീ യുവരാജ് ഗോകുൽ, ഒരു വളരെ പ്രസക്തമായ ഒരു ചോദ്യം, അതിനുകൂടി മറുപടി പറഞ്ഞിട്ട് അങ്ങേ ഫ്രീ ആക്കാം. അതായത് ഈ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിലേക്ക് വരുമ്പോൾ ഒരു കൂട്ടായ്മ ഇവിടെ രൂപം കൊള്ളുകയാണ്. ഈ ജമാഅത്തെ ഇസ്ലാമി നിയന്ത്രിക്കുന്ന ഒരു കൂട്ടായ്മ രൂപം കൊള്ളുന്നുണ്ട്. അത് UDF-നെ അങ്ങേയറ്റം പിന്തുണയ്ക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താൻ കഴിയുന്നു. ഇത് എത്രത്തോളം ആപൽക്കരമാകും കേരള സമൂഹത്തെ സംബന്ധിച്ച്? നീലിമ, ഇവര് ഒന്നുകിൽ LDF-മായി ചേർന്നിട്ട് ഭരണത്തിൽ വരുന്നുണ്ട്, അല്ലെങ്കിൽ UDF-മായിട്ട് ചേർന്നിട്ട് ഭരണത്തിൽ വരുന്നുണ്ട്. ഇത്രയും കാലം ഇതൊരു മറയിട്ട് അകത്തൊരു രഹസ്യമാക്കിയാണ് അവതരിപ്പിച്ചത് എന്നുണ്ടെങ്കിൽ അത് ഇത്തവണ പരസ്യമായിട്ട് പുറത്തു വരുന്നു എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. കുറച്ച് കാലങ്ങളായിട്ട് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ പ്രോജക്റ്റ് വളരെ ഭംഗിയായിട്ട് കേരളത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനവർ തരാതരം പോലെ LDF-നെ ഉപയോഗിക്കുന്നുണ്ട്, തരാതരം പോലെ UDF-നെ ഉപയോഗിക്കുന്നുണ്ട്. ഇതിൽ നിന്ന് രണ്ടു കൂട്ടരും മാറി നിൽക്കുവാൻ പറ്റുന്ന സാഹചര്യത്തിലല്ല ഉള്ളത്. അങ്ങനെ നിങ്ങൾക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ SDPI-യുടെ തന്നെ നേതാക്കളുടെ പ്രസ്താവനകൾ ഓരോ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും എടുത്ത് നോക്കിയാൽ മതി. ഓരോ മണ്ഡലങ്ങളിലും അവർ എന്ത് തരം നിലപാടാണ് എടുത്തിരിക്കുന്നത്, ആരെയാണ് പിന്തുണച്ചിരിക്കുന്നത് എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയാം. നിങ്ങളൊന്ന് ആലപ്പുഴയിൽ പോയിട്ട് G. സുധാകരൻ എന്തുകൊണ്ടാണ് മാറി നിൽക്കുന്നത് നോക്കുന്നേ. അവിടുത്തെ CPM-കാരോട് എന്നെ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും, കേരളത്തിലെ SDPI-ക്ക് പ്രാതിനിധ്യമുള്ള ഒരു മണ്ഡലമാണ് അവിടെ ഉള്ളതെന്നുള്ള കാര്യം. കാരണം എന്താണ്, കേരള നിയമസഭയിൽ SDPI-ക്ക് അനൗദ്യോഗികമായിട്ടൊരു ഒരു മണ്ഡലം, ഒരു MLA കിട്ടിയ ജില്ലയാണ് ആലപ്പുഴ എന്നുള്ള കാര്യം. ജില്ലയാണ് ആലപ്പുഴ എന്നാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോൾ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകരുത്. ജില്ലയാണ് ആലപ്പുഴ എന്നുള്ള തലത്തിലാണ് അവിടുത്തെ CPM-കാർ തന്നെ പറഞ്ഞുകൊണ്ട് വരുന്നത്. അപ്പോൾ തരാതരം പോലെ ഈ രണ്ട് മുന്നണികളെയും വളരെ ഭംഗിയായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന റാഡിക്കൽ ഇസ്ലാമിക് ഫോഴ്സസിന് സാധിച്ചിട്ടുണ്ട്, സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് UDF-ൽ നിന്ന് അണികളുടേതായിട്ടുള്ള അല്ലെന്നുണ്ടെങ്കിൽ വോട്ടർമാരുടെ ഒരു കുത്തൊഴുക്ക് BJP-യിലേക്ക് ഉണ്ടാകുന്നത്. CPM-ൽ നിന്ന് ഒരു ഏരിയ കമ്മിറ്റി മൊത്തമായിട്ട് രാജിവെച്ച് പോകുന്ന സാഹചര്യങ്ങളും ഉണ്ടാകുന്നത് വരും ദിവസങ്ങളിൽ, വരും കാലങ്ങളിൽ വർദ്ധിച്ചു വരികയുള്ളൂ. യെസ്, അതായത് കേരള രാഷ്ട്രീയം നേരിടാൻ പോകുന്ന ചില വെല്ലുവിളികളാണ് യുവരാജ് ഗോകുൽ മുന്നോട്ട് വെച്ചത്. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ പിടിമുറുക്കം കൊണ്ട് ആർക്കൊക്കെ എവിടെയൊക്കെ നഷ്ടം വന്നു എന്നതുകൂടി നമുക്ക് ചർച്ചാ വിധേയമാക്കേണ്ടതുണ്ട്. ശ്രീ റെജി ലൂക്കോസിലേക്കാണ് പോകുന്നത്. ശ്രീ റെജി ലൂക്കോസ്, ഈ പൊളിറ്റിക്കൽ ഇസ്ലാം പിടിമുറുക്കിയതിന്റെ ദുരന്ത ഫലങ്ങൾ ഏറ്റവും അധികം അനുഭവിക്കുന്ന ഒരു പാർട്ടിയാണ് CPM എന്നതിൽ ഒരു തർക്കവുമില്ല. നോക്കൂ, സംഘടനാ തലത്തിൽ CPM-ന്റെ അടിവേരറുക്കുന്ന രീതിയിൽ അവിടെ നിന്ന് ആളുകൾ BJP-യിലേക്ക് ഒഴുകുന്ന ഒരു സാഹചര്യം പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലയിൽ നമ്മൾ കണ്ടതാണ്. തെരഞ്ഞെടുപ്പുകളിൽ നിങ്ങൾ എപ്പോഴും ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രം നിലകൊള്ളുന്നവരാണ് എന്ന തോന്നൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്കുണ്ടാക്കിയ നഷ്ടം വളരെ വലുതാണ്. ഇതിൽ നിന്ന് കരകയറാൻ ചില ഗിമ്മിക്കുകളൊക്കെ നിങ്ങൾ മുന്നോട്ട് വെച്ചു, പക്ഷേ അതെല്ലാം ചീറ്റിപ്പോകുന്ന അവസ്ഥയുണ്ടായി. MEC-7-ന്റെ കാര്യത്തിൽ പറഞ്ഞു, അതെല്ലാം ചീറ്റിപ്പോകുന്ന ഒരു അവസ്ഥയുണ്ടായി. അതായത് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ തള്ളാനും കൊള്ളാനും പറ്റാത്തൊരവസ്ഥയിലേക്ക് ഇപ്പോൾ CPM എത്തിയിരിക്കുകയാണ്. കേരളത്തിലെ പൊതുസമൂഹത്തെ നമ്മൾ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യരുത്. നല്ല രാഷ്ട്രീയ ബോധവും നല്ല എന്താ പറയാ വിവേകവും ഉള്ള ഒരു ജനമാണ് കേരളം. അതിനെ ഇങ്ങനെ വക്രീകരിക്കുന്നത് ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിനെ വായിക്കുന്നതിൽ വന്ന അബദ്ധമാണ്. ഞാൻ ചോദിക്കട്ടെ, 2019 ഞങ്ങൾക്ക് ഒരൊറ്റ സീറ്റേ കിട്ടിയുള്ളൂ. ആലപ്പുഴ കേവലം 10,200 വോട്ട് മാത്രമേ ഞങ്ങൾക്ക് ഭൂരിപക്ഷമുള്ളൂ. ബാക്കി എല്ലായിടത്തും ഇതുപോലെ തന്നെ ഞങ്ങൾ പരാജയപ്പെട്ടു. 2024 ഞങ്ങൾ ഇതുപോലെ പരാജയപ്പെട്ടു ലോക്സഭാ ഇലക്ഷനിൽ. എന്നാൽ 2021 2019 ശേഷം കണ്ട കഥ എന്താ? നിങ്ങളെല്ലാം എഴുതി തള്ളേണ്ട ഈ പാർട്ടി 91 സീറ്റോട് വന്നില്ല. ഇതെല്ലാവരും എപ്പോഴും പറയുന്നതാണ്, പറയാതിരിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണ്? കേരളത്തിലെ ജനങ്ങൾ വിവേകമുള്ളവരാണ്. ദേശീയ തലത്തിൽ BJP-ക്കെതിരെ ഉള്ള ഒരു മുന്നണി വിജയിച്ച് കയറണമെന്നുള്ള ആഗ്രഹത്തിന് അവർ വോട്ട് ചെയ്ത് കോൺഗ്രസിന് ഒരു തെറ്റുമില്ല കാര്യത്തിൽ.
ഞങ്ങളതിനെ ഒന്നും കാര്യമായതിലൊന്നും പരിഗണിക്കുന്നില്ല. ഞങ്ങളിപ്പോൾ ഒരു മുന്നണിയിലാണ് ദേശീയത്തിന്റെ തരത്തിൽ. 2026 ഈ നാട്ടിലെ ജനങ്ങൾ ഇതുപോലെ തന്നെ ചിന്തിച്ച് CPM ഇതിൽ കൂടുതൽ വോട്ടിൽ ഭൂരിപക്ഷം ജയിപ്പിക്കും. നിങ്ങൾ ഇങ്ങനത്തെ ചർച്ചകൾ നടത്തണമെന്നാണ് ഞാൻ പറയുന്നത്. ഇത് കേരളത്തിലെ ജനങ്ങളുടെ വിവേകത്തെ ചോദ്യം ചെയ്യുന്ന നടപടികളാണ്. ഇവിടെ ഞാനൊരു കാര്യം പ്രത്യേകിച്ച് പറയട്ടെ. കേരളത്തിനെ സംബന്ധിച്ച് നോക്കും, ശ്രീ റെജി ലൂക്കോസ്, ഞാൻ ഇടപെടുന്നുകൊണ്ട് ദയവേത് അങ്ങ് ക്ഷമിക്കണം. എന്നോട് ഇടപെടുന്നുള്ളൂ. അതെ, വളരെ കൃത്യമായി പാർട്ടി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റ തിരിച്ചടിക്ക് ശേഷം പാർട്ടി വളരെ കൃത്യമായി പറഞ്ഞ ഒരു റിപ്പോർട്ടാണല്ലോ ഇത്. ഹിന്ദു വോട്ടുകൾ പാർട്ടിയിൽ നിന്ന് ചോർന്നു പോകുന്നു. ഇതിന് വ്യക്തമായ കാരണമുണ്ട്. ആ പോയ ഹിന്ദു വോട്ടുകൾ തിരികെ കൊണ്ടുവരണം. അതിനുവേണ്ടിയുള്ള പെടപ്പാടിലാണ് പാർട്ടി ഇപ്പോൾ. ഹിന്ദു വോട്ട് ചോർന്നു പോയതൊരു വാക്ക് എവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ? നിങ്ങളതാണ് പറയുന്നത് ഞങ്ങളുടെ പാർട്ടിക്ക് ചേരാത്ത വാക്കുകൾ നിങ്ങൾ ഉപയോഗിക്കുന്നത്. അതിന് മുമ്പായിട്ട് എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, സമയം അനുവദിക്കണം, അധികം സമയം നീട്ടുകയില്ല. നമ്മുടെ അയൽരാജ്യമായ ബംഗ്ലാദേശിൽ ഇപ്പൊ ഭരണത്തിരിക്കുന്ന ആരാണ്? ജമാഅത്തെ മുന്നണി അല്ലെ പിന്നെ വർഗീയ സംഘടന പിന്തുണയ്ക്കുന്ന യൂനിസ് എന്ന് പറയുന്ന മുൻ നോബൽ സമ്മാന വിദ്വാനാണ് ഇപ്പൊ അവിടുത്തെ ഉപദേഷ്ടാവ്. അയാൾ തന്നെ ഭരിക്കുന്നത്. അവിടെ 1 കോടിയിലധികം അല്ലെ 1 കോടിയാണ് 9 ലക്ഷം എന്ന കണക്കുകൾ പറയുന്നത്. ഹിന്ദു സമൂഹത്തെയും മൈക്രോ മൈനോറിറ്റിയായ ക്രിസ്ത്യൻ, ബുദ്ധ, പിന്നെ ജൈന സമൂഹത്തിനെയും അവിടെ നടക്കുന്ന അട്രോസിറ്റികൾ നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ട്? അത്ര ഭീകരമാണത്. പലതും പുറത്തു വരുന്നില്ല. അതിഭീകരമായിട്ടുള്ള അവരെ വെട്ടിക്കൊല്ലുന്നവരുടെ വാസസ്ഥലങ്ങളെല്ലാം കത്തിച്ചു കളയുന്നു. ആരാധനയ്ക്കുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കുന്നു. വംശഹത്യയാണ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ഭരണകൂടം. ആ ഭരണകൂടത്തിന് എതിരായിട്ട് ഒരു അക്ഷരം ഈ വിവരങ്ങൾ ആരാണ് പുറത്തു കൊണ്ടുവന്നത്? ശ്രീ റെജി ലൂക്കോസ്, ബംഗ്ലാദേശിൽ നടക്കുന്ന ഹിന്ദു വംശഹത്യയുടെ വാർത്തകൾ പുറത്തു കൊണ്ടുവന്നത് ആരാണ്? എപ്പോഴാണ് മറ്റു മാധ്യമങ്ങൾ ഇതൊന്ന് തൊടാൻ തയ്യാറായത്? അല്ല, എനിക്ക് നീലിമാതിൽ ഇടപെട്ടത് എന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ ലീഗിന് സപ്പോർട്ടാണോ അല്ലെങ്കിൽ വർഗീയവാദികൾക്ക് സപ്പോർട്ടാണോ? ഞാൻ പറഞ്ഞു പൂത്തിരിക്കണേ, എന്താ പറഞ്ഞെന്ന് പറഞ്ഞില്ലല്ലോ. അതുകൂടെ കേട്ടിട്ട് വേണ്ടേ? ലോകം ശ്രദ്ധിക്കുന്നതാണ് അവിടെ. നിങ്ങൾ ആദ്യം മനസ്സിലാക്കി, ഇന്റർനാഷണലിലെ ഏറ്റവും ഭീകരമായ വാർത്ത വന്നിരിക്കുന്ന അവിടുത്തെ പിന്നെ വംശഹത്യയെ കുറിച്ച്. അവിടെ സന്യാസിമാർ പോലും ജയിലിലാണ്. ഒരു ഹിന്ദു സഹോദരനെ, ഒരു സംഗീതജ്ഞന് 3000 അദ്ദേഹത്തിന് സംഗീതോപകരണങ്ങൾ കത്തിച്ചു കളഞ്ഞ മനുഷ്യനെ കൊലയ്ക്ക് കൊടുത്തു. ലോകം അവിടെ ഈ പറഞ്ഞ ഇന്ത്യയിലെ കോൺഗ്രസോ മുസ്ലിം ലീഗോ ഇന്ന് വരെ അതിനെതിരെ അക്ഷരം വേണ്ടിയിട്ടുണ്ടോ? എന്താ കാരണം? ഈ ജമാഅത്തെ ഇസ്ലാമിയെ പിടക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. CPM എന്താണ് പറഞ്ഞത്? അവിടെ ഹിന്ദു എന്നൊരു വാക്ക് ഉപയോഗിച്ചോ? അവിടുത്തെ ന്യൂനപക്ഷം എന്ന് പറയുന്നത് ഹിന്ദുക്കളാണ്. ഹിന്ദു എന്ന ഒരു വാക്ക് ഉപയോഗിച്ചോ? അവിടെ ന്യൂനപക്ഷം വേട്ടയാടപ്പെടുന്നു എന്ന് മാത്രമാണ് CPM പറഞ്ഞു വെച്ചത്. ഇത് കഷ്ടമാണ്. ഇങ്ങനെ ചർച്ച കൊണ്ടുവരുന്നത്. ഞങ്ങളുടെ പോളിറ്റ് ബ്യൂറോ പരസ്യമായിട്ട് പ്രചാരണം പുറപ്പെടുവിച്ചു. ബംഗ്ലാദേശിലെ നരവേട്ടയ്ക്കെതിരെ, ബംഗ്ലാദേശ് ഭരണകൂടത്തിനെതിരെ DYFI ദേശവ്യാപകമായിട്ട് പ്രതിഷേധം ഞങ്ങൾ തീർത്തു. ഈ നരവേട്ടയ്ക്കെതിരെ എന്നിട്ട് പറയാം CPM എന്താ ചെയ്യുന്നത്? CPM അന്തസ്സായിട്ട് അതിനെതിരെ പ്രതികരിച്ചിട്ടുള്ളൂ. എന്തുകൊണ്ടാണ് കോൺഗ്രസും ഈ ലീഗും ഒന്നും രക്ഷപ്പെടാത്ത? ഈ ജമാഅത്തെ ഇസ്ലാമിയെ പോലെ തീവ്ര മത സംഘടന, ലോകത്തിന് ഭീഷണിയായ സംഘടന ഭരിക്കുന്ന രാജ്യത്തെ ഈ രീതിയിലുള്ള പിന്നെ മൈനോറിറ്റികളെ അട്രോസിറ്റിക്ക് വിധേയമായിട്ട് പൂർവ്വം പൈശാചികമായിട്ട് കൊന്നൊടുക്കുന്നതിനെതിരെ ഒരു അക്ഷരം വേണ്ടിയ എന്താ കാരണം? ദേശീയ തലത്തിൽ ആ വർഗീയ പാർട്ടി പ്രസ്ഥാനമായിട്ട് ഇവർക്ക് ധാരണയുണ്ട്. ഇവർ അതാണെന്ന് മുരളീധരൻ പറഞ്ഞു 2009 ഞങ്ങൾ പരസ്യധാരണയിൽ എത്തിയെന്നുള്ളല്ലോ. ഇതൊക്കെ പറയുമ്പോൾ എങ്ങനെ തടയുന്നത്? ഞാൻ ഇവിടുത്തെ ഏതെങ്കിലും മുസ്ലിം സമൂഹത്തിനെതിരെയല്ല പറയുന്നത്, മുസ്ലിം തീവ്രവാദത്തിനെതിരെയാണ്. അതേ നാണയത്തിൽ ഞങ്ങൾ ഹൈന്ദവ തീവ്രവാദത്തിനെതിരെ ഞങ്ങൾ പ്രതികരിക്കും. ഈ പറയുന്ന സുഖിപ്പിയിൽ രാഷ്ട്രീയമാണ് ഈ നാടിന്റെ ശാപം എന്ന് പറയുന്നത്. ഇപ്പോൾ ഞങ്ങൾ വേട്ടയാടുന്നത് എന്തുകൊണ്ടാ? ഞങ്ങളെ പോലെയുള്ള മതേതരത്തിന് വേണ്ടി, മതസൗഹാർദ്ദത്തിന് വേണ്ടിയിട്ടും സോഷ്യൽ ഫാബ്രിക്കേഷൻ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ത്യാഗങ്ങൾ സഹിച്ചു ഇതിനെതിരെ പ്രതികരിക്കുമ്പോൾ നിങ്ങൾക്ക് സൂഹിക്കുന്നില്ല. നിങ്ങളൊരു മതരാഷ്ട്ര പ്രസ്ഥാനത്തിനെ വർഗീയവാദ പ്രസ്ഥാനമായ BJPയെയും RSSനെയും പിന്തുണയ്ക്കാനായിട്ട് ഈ മതേതര കക്ഷിയായി നിങ്ങൾ ഈ രീതിയിൽ അപമാനിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്നതിന് അത്ഭുതമില്ല. അതാണ് ഞാൻ ഈ ചർച്ചയുടെ ഇപ്പോഴത്തെ ഇത് ഘട്ടത്തിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. കേരളത്തിലെ ജനങ്ങൾ വിവേകമുള്ളവരാ. കേരളത്തിലെ എല്ലാ മതത്തിൽപ്പെട്ട ജനങ്ങളും മഹാഭൂരിപക്ഷവും മതസൗഹാർദ്ദത്തിലും തീവ്ര വർഗീയതയ്ക്ക് എതിരെയാണ് നമ്മുടെ നാട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷാക്കിറിനോട് പറഞ്ഞത് സമസ്തയുടെ നിലപാടെന്താണ്. സമസ്ത രഹസ്യവും കൂടി പറഞ്ഞല്ല, പരസ്യമായിട്ട് പറഞ്ഞാൽ ഒരു ചർച്ചയിൽ ഞാൻ അത് അവരുടെ പ്രതിയായിട്ട് ചർച്ചയ്ക്ക് ഇരുന്നാളാ. അവർ പരസ്യമായിട്ട് പറഞ്ഞു മുസ്ലിം ലീഗിന്റെ നയം എന്താണ്, നിങ്ങൾ സമസ്ത തള്ളി പറയുന്നുണ്ടോ? എന്തിനാണ് ഷാക്കിർ ഈ ജമാഅത്തെ ഇസ്ലാമിയെ വെള്ളം പൂശിയത്? എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വന്നു? നിങ്ങൾക്ക് PK കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ കൊണ്ടുവന്ന് വെള്ളം പൂശിപ്പിക്കോ? അതേ ഒരു അക്ഷരം പോലും വേണ്ടിയിട്ടില്ല. കാരണം എന്താ? അതിന്റെ ഒരു മതേതര മുഖമുണ്ടെന്നുള്ളൊരു നാട്യമുള്ളതുകൊണ്ടാ.
ആ മതേതര മുഖം തകർന്നിരിക്കുന്നു. നിങ്ങൾ ആരുടെ കൂടെ കൈകോർക്കും? നാണമില്ലേ നിങ്ങൾക്ക് BJPയും കോൺഗ്രസും ഈ മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെ SDP ഒക്കെ ഒന്നു ചേർന്നുകൊണ്ട് ജനാധിപത്യത്തിനെ കളങ്കം ചേർക്കാനായിട്ട് നിങ്ങളുടെ ഒന്നും വിലപ്പോകത്തില്ല. VD സതീശൻ എന്ന് പറഞ്ഞ വാക്കുകൾ ഞാൻ ആവർത്തിക്കാം. VD സതീശൻ പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞു കേരളീയം പറഞ്ഞ് അതേ VD സതീശനാണ് ഈ എല്ലാവരുമായിട്ട് കൈകോർത്തുകൊണ്ട് പാലക്കാടും അല്ലല്ല വോട്ടും യാചിച്ചു നടന്നത്. ഒറ്റ ഓഫീസിൽ വരെല്ലാം ഒന്നിച്ചിരുന്നു. VD സതീശനെയൊക്കെ കേരളം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. മുൻപത്ത് പോയി ശരിയാണോ തെറ്റാണോ ഒരു പ്രാവശ്യം പറഞ്ഞു അവിടെ അത് വക്കഭൂമി അല്ല എന്ന് പറഞ്ഞു. ഒരു മാസം മുമ്പ് മുനമ്പം ജനത ഇന്നെടുത്തൊരു തീരുമാനം എന്താണെന്ന് അറിയാമോ? മുനമ്പം ജനത നിങ്ങളെ വിശ്വസിക്കുന്നില്ല. CPM-ന്റെ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ പങ്കെടുക്കാനില്ല എന്ന് മുനമ്പം സമരസമിതി അറിയിച്ചിരിക്കുകയാണ്. നിങ്ങളെ ആരാണ് വിശ്വസിക്കുന്നത്? ഇത് കേൾക്കും. ഞാൻ സതീശനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ എന്തിനാ പൊള്ളുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് അത്ഭുതം തോന്നുക. അല്ല, ഇത് മുന്നണികളെയുമാണ് ഞാൻ പറയുന്നത്. സംസാരിച്ചാൽ മതിയോ? ശരി ശരി. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് കേരളത്തിലായാലും ഇന്ത്യയിലായാലും കേരളത്തിന് പുറത്തായാലും ഒരേ മുഖമുള്ളൂ എന്ന് തെളിയിക്കുന്നതാണ് ബംഗ്ലാദേശിലെ വംശഹത്യ. ഇതിനെതിരെ നിങ്ങൾ എന്ത് ചെയ്തു എന്നത് മതേതര കേരളം അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. CK ഷാക്കിർ. ഓക്കെ, പറയാം. അതിനു മുമ്പ് ശ്രീ റെജി ലൂക്കാസ് പറഞ്ഞില്ല, ആവർത്തിച്ച് പറയുന്ന ഒരു സംഗതി ഉണ്ട്. ഈ ജനം TV തന്നെ മെക്സോനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇരുന്ന് ചർച്ച ചെയ്ത വിഷയമാണ്, അതുകൊണ്ട് അതിൽ പോകുന്നില്ല. പക്ഷേ സമസ്ത കേരള ജമിയത്തുൽ ഉലമ മെക്സോൻ വിഷയത്തിൽ ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. ആകെ AP സുന്നി വിഭാഗത്തിലെ ഒരു ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള ഒരാൾ FB-യിൽ ഒരു പോസ്റ്റ് ഇട്ടു. അത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ മകൻ അക്കിയ അസരിയും അതുപോലെ തന്നെ മറ്റാളുകൾ തിരുത്തി പറഞ്ഞു. അതുപോലെ തന്നെ P മോഹനനും ആദ്യമായി വളരെ മോശമായി അതും തിരുത്തി പറഞ്ഞു. ആ വിഷയം കഴിഞ്ഞതാണ്. അപ്പോൾ ദയവ് ചെയ്തിട്ട് ഹിറ്റ്ലർ മന്ത്രിസഭയിലെ ജോസഫ് ഗീബൽസിന്റെ പണി ദയവായി റെജി ലൂക്കോസ് എടുക്കരുത്. വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ നിങ്ങൾ ആവർത്തിച്ച് എല്ലാ ചാനലും ചേരി പറഞ്ഞ് അത് ശരിയാണെന്ന് ആളുകൾ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കരുത്. ജനങ്ങൾ വളരെ ലൈവാണ്, കാര്യങ്ങൾ ബോധ്യമുള്ളവരാണ്. മറ്റൊരു കാര്യം ചോദിച്ചു അതായത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജമാഅത്തെ ഇസ്ലാമിയുടെ കെണിയിൽ ആ ജമാഅത്തെ ഇസ്ലാമിയുമായാണ് അങ്ങനെ നിങ്ങൾ ഈ ചർച്ചയെ നിങ്ങൾ ഏതെങ്കിലും നിങ്ങളുടെ കെണിയിലും ഞങ്ങൾ വീഴുന്നില്ല, മറ്റേതെങ്കിലും കക്ഷികളുടെ കെണിയിൽ ഞങ്ങൾ വീഴുന്നില്ല. ഞാൻ പറയാം, ഇപ്പോൾ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളുടെ ആക്രമിക്കുന്നതായാലും ഇന്ത്യയിൽ BJP RSS ഉൾപ്പെടെയുള്ള ആളുകൾ ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്നതും ഫലസ്തീനിലെ പാവപ്പെട്ട മനുഷ്യരെ കൊല്ലുന്നതും എല്ലാം പാടില്ല എന്ന് പരസ്യമായി നിലപാട് പറയുന്നവരും പ്രാവർത്തികമാക്കുന്നവരുമാണ് മുസ്ലിം ലീഗിലെ ആളുകൾ. അങ്ങനെ ഒരു ഉറുമ്പിനെ പോലും നോവിക്കാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്. അവിടെ മതം നോക്കാൻ പാടില്ല. അവിടെ ഹൈന്ദവനായാലും ശരി, ക്രൈസ്തവനായാലും ശരി, മുസൽമാനായാലും ശരി, മനുഷ്യന്മാരെ ആക്രമിക്കാൻ പാടില്ല. അത് ശരിയായ ഒരു നിലക്കും ഞാൻ ഏത് രാജ്യത്താണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ഞാൻ ചോദിക്കേണ്ട ദിലിമ, ഇപ്പൊ BJP-യുടെ സുഹൃത്ത് എഴുന്നേറ്റ് പോയി, അദ്ദേഹം പോയ സ്ഥിതി കൂടുതൽ പറയണില്ല. അതായത് ആ സമയം വരെ ഇരിക്കാൻ കഴിയുകയെന്ന് സോറി, അതായത് അദ്ദേഹത്തിന് അസാന്നിധ്യത്തിൽ ചർച്ച ചെയ്യണേലും ഓക്കെ, അതായത് മനസ്സിലായി. അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിലാണ് ഉദ്ദേശിച്ചത്. അതായത് ഈ ആരിൻ മിശ്ര എന്ന് പറയുന്ന ബ്രാഹ്മണ യുവാവ് ഹരിയാനയിലെ ഫരീദാബാദിൽ ഒരു മാസം മുമ്പ് കൊല്ലപ്പെട്ടു. ഞാൻ യൂത്ത് ലീഗ് ദേശീയ സെക്രട്ടറി നിലക്ക് അവിടെ പോയി അദ്ദേഹത്തിന്റെ അമ്മ ഉമാ മിശ്രയെ കണ്ടു. അവിടെ പശു ഭീകരര് ആരിൻ മിശ്രയെ വെടിവെച്ച് കൊല്ലുകയാണ്. ഇപ്പൊ സമ്പലിൽ കഴിഞ്ഞ ആഴ്ച ഇതേപോലെ ഞാൻ യൂത്ത് ലീഗ് സംഘത്തിനൊപ്പം സന്ദർശിച്ചു. പള്ളിയിൽ നിന്ന് കാലങ്ങളായി ആരാധിക്കുന്ന പള്ളിയെ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി പിടിച്ചെടുക്കാനും ഭരണകൂടം ശ്രമിക്കുന്നു. ഇവിടെ അഖിലാക്കനെ പോലെയുള്ള ഒരുപാട് ആളുകളെ കൊലപ്പെടുത്തിയിട്ടുള്ള ഒരു മനുഷ്യനെയും അങ്ങനെ ഐഡിയോളജിയിൽ നമുക്ക് പ്രശ്നമുണ്ട്. അല്ല, അവിടെ ഭരണകൂട ഭീകരതയൊക്കെ എങ്ങനെ പറയുന്നത്? അവിടെ സുപ്രീം കോടതി നിർദ്ദേശമുണ്ടല്ലോ. അല്ല, സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടല്ലോ 947 ആരാധനാലയ സംരക്ഷണ നിയമം. അങ്ങനെ പറഞ്ഞു പോകരുത്. സാമ്പലിൽ മരിച്ച 3 പേരുടെയും ശരീരത്തിൽ നിന്ന് കണ്ടെടുത്ത വെടിയുണ്ടകൾ എവിടെ നിന്നുള്ളതായിരുന്നു? UP പോലീസ് ഉപയോഗിക്കുന്നതല്ല, അത് പാക് നിർമ്മിത വെടിയുണ്ടകളായിരുന്നു. പോലീസ് അതിനിഷ്ഠൂരമായി UP-യിലെ പോലീസ് ക്രൂരമായി വെടിവെച്ചു കൊന്നു. ഒരു കുഴപ്പമുണ്ടാക്കാത്ത ഒരു സംഘർഷത്തിന് നിൽക്കാത്ത പാവപ്പെട്ട വിശ്വാസികളെ ഞാൻ അവരുടെ വീട്ടിലേക്ക് പോയതാ. അല്ല, ഞാനിപ്പോ അവരുടെ വീടുകളിലൊക്കെ സന്ദർശനം നടത്തിയതാ. ഒരാഴ്ച മുമ്പ് ഉത്തർപ്രദേശിലെ സംബാലിൽ പോയി കൊല്ലപ്പെട്ട ആളുകളുടെ വീടുകളിലൊക്കെ പോയി വന്നതാണ്.
അവിടെ നിരപരാധികളായിട്ടുള്ള ചെറുപ്പക്കാരെ അവരിതിന് വിശ്വാസികളായി എന്നുള്ളതിന് മേൽ ക്രൂരമായി വെടിവെച്ച് കൊന്നതാണ്. ഇപ്പൊ സുപ്രീം കോടതി പറഞ്ഞല്ലോ അത്തരം അനാവശ്യ സർവേകൾ നടത്തരുതെന്ന് ഉത്തരവിട്ടില്ലേ? അലഹാബാദ് ഹൈക്കോടതി മറ്റു മാധ്യമങ്ങളുടെ ഈ ഇരവാദം മുന്നോട്ട് വയ്ക്കുമ്പോൾ നിങ്ങൾ മതത്തിന്റെ പേരിൽ ആളുകൾ വേർതിരിക്കല്ലേ? ബംഗ്ലാദേശിലെ ഹൈന്ദവ സഹോദരങ്ങളും ഇന്ത്യയിലെ മുസൽമാന്മാരും ഫലസ്തീനിലെ എല്ലാ മതക്കാരും ഒരേപോലെ കാണില്ല, എല്ലാരെയും ഒരേപോലെ കാണും. ഇന്ത്യയിലെ മുസൽമാന്മാരെ വെടിവെച്ച് കൊല്ലാം, ആക്രമിക്കാം, അതിന് BJP സപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ ബംഗ്ലാദേശിലും ഫലസ്തീനിലും നടക്കുന്നത് നിങ്ങൾ വേറെ രീതിയിൽ കാണുന്നു. എല്ലാ മനുഷ്യരാണ്, എല്ലാ മനുഷ്യരെയും ഒരേപോലെ കാണും. ഹൈന്ദവ ദർശനങ്ങളിൽ എവിടെയെങ്കിലും മറ്റു മതസ്ഥരെ കൊല്ലാനോ ആക്രമിക്കാനോ പറഞ്ഞിട്ടുണ്ടോ? ഇരുവരും രണ്ട് മുന്നണികളിലുള്ളവരും ബംഗ്ലാദേശിന്റെ കാര്യം വളരെ കൃത്യമായി പറയുന്നുണ്ടല്ലേ. എപ്പോഴാണ് ഇവർ ബംഗ്ലാദേശിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയതെന്ന് നമുക്കറിയാം. ഡോക്ടർ ആരിഫ് ഹുസൈൻ തന്നെ എത്രയോ മാസങ്ങളായി നമ്മൾ ഈ വിഷയത്തിൽ ചർച്ച നടത്തുന്നു. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ജമാഅത്ത് ഇസ്ലാമിയുടെ അതുപോലെയുള്ള സംഘടനകൾ SDPI, ജമാഅത്ത് ഇസ്ലാമി, വെൽഫെയർ പാർട്ടി, ഇതുപോലെയുള്ള ആ കൂട്ടം അതൊരു പാക്കേജാണ്. അതിനകത്ത് ഞാൻ SDPI കുറിച്ചൊന്നും പരാമർശിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു പറഞ്ഞതിൽ അർത്ഥമൊന്നുമില്ല. അതുപോലെ അതൊരു പാക്കേജാണ്. അതാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്. അത് മനസ്സിലാക്കാതെ നിങ്ങൾ അതിനകത്ത് എണ്ണി പെറുക്കിയിട്ടാണ് കാര്യങ്ങൾ കാണാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ ആനുകൂല്യം നിങ്ങൾ ഹിന്ദു പരിവാർ സംഘടനകൾക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കണം. ഇല്ലെങ്കിൽ ആ പരിപാടിക്ക് നിൽക്കരുതെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞതാണ്. അത് നമ്മളെ ഷാക്കിറിന് മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ അതൊന്ന് ആവർത്തിക്കുകയാണ്. അപ്പൊ ഇവിടെ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെല്ലാം ഇൻക്ലൂഡഡ് ആണ്. നിങ്ങൾ സമ്മതിച്ചാലും സമ്മതിച്ചില്ലെങ്കിൽ അത് ഇൻക്ലൂഡഡ് ആണ്. സിമി അടക്കം അതിന്റെ ഭാഗമാണ്. ഓക്കെ, ഇനി ഇതില് ഇപ്പോഴും ഞാൻ ചോദിക്കുന്നു, ഇതിനെക്കുറിച്ച് പറയുമ്പോൾ എന്തിനാണ് ഈ ബംഗ്ലാദേശിന്റെ കാര്യമോ പലസ്തീന്റെ കാര്യമോ ഒക്കെ ഇവിടെ കൊണ്ടുവരേണ്ട ആവശ്യം എന്താ ഉള്ളത്? നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു കാര്യം പറയാലോ. ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന അവരുണ്ടാക്കിയിട്ടുള്ള തീവ്രവാദ ബന്ധവും തീവ്രവാദ പ്രവർത്തനങ്ങളും അത് നിരോധിക്കപ്പെട്ടിട്ടുള്ള ആ സംഭവങ്ങളും ഇതെല്ലാം നമ്മളിവിടെ പരാമർശിച്ചിട്ട് ഞാൻ ഒറ്റ കാര്യം ചോദിച്ചിട്ടുള്ളൂ. അങ്ങനെയുള്ള ഒരു സംഘടനയെ ഇതുപോലെ വെളുപ്പിക്കേണ്ട എന്താവശ്യമാണ് മുസ്ലിം ലീഗ് പോലെയുള്ള ഒരു വർഗീയ സംഘടനയ്ക്കുള്ളത് എന്ന് ഞാൻ ചോദിക്കും. കാരണം ആ പേരിൽ തന്നെ വർഗീയത ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. മുസ്ലിം ലീഗ് എന്നുള്ള ആ പാർട്ടിയോട് എനിക്ക് ആ ഒരു കാര്യത്തിൽ ഒരു വളരെ വലിയ വിയോജിപ്പ് തന്നെയാണുള്ളത്. അതുകൊണ്ട് നേരിട്ട് മുസ്ലിം ലീഗിനെ ഞാൻ അറിയിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അത് ഞാൻ അവിടെ അറിയിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഞാൻ മുഴുവൻ പറഞ്ഞത് കേൾക്കും. അപ്പൊ ഏതായാലും അവിടെ നമ്മൾ ചോദിക്കുന്ന ആ ഒരൊറ്റ ചോദ്യത്തിന് നിങ്ങൾ ഇതുവരെ ഒരു നേർക്ക് നേരെയുള്ള ഒരു ഉത്തരം പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് നേർക്ക് നേരെ ഒരു ഉത്തരം വർഗീയ പാർട്ടി തന്നെയാണ്. മതമാണ് പ്രശ്നം എന്ന് പ്രസംഗിച്ചത് ഷാജിയാണ്. ഷാജി നിങ്ങളുടെ ആളല്ല എന്ന് നിങ്ങൾ തള്ളി പറയോ? ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് നിങ്ങൾ വന്നു നിന്ന് മുസ്ലിം ലീഗ് വന്നു നിന്ന് പ്രസംഗിക്കുന്നത് മതമാണ് പ്രശ്നം എന്ന് പറയുമ്പോൾ അത് വർഗീയത അല്ലാതെ പിന്നെ എന്താ തേനും പാലും ഒഴുക്കലാണോ? എനിക്കറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. പിന്നെ അതുപോലെ നിങ്ങൾ ഇവിടെ മുഖ്യമന്ത്രിയുടെ മകളും ആ മരുമകനും തമ്മിലുള്ള ആ ബന്ധത്തെ വെച്ചുകൊണ്ട് ഇവിടെ മുസ്ലിം ലീഗിന്റെ തന്നെ നേതാക്കളായിട്ടുള്ള ആളുകൾ എന്താ പറഞ്ഞത്? വ്യഭിചാരി എന്നുള്ള ഒരു പരാമർശം നടത്തിയപ്പോൾ അതിനെന്താ നിങ്ങൾ ഇവിടെ പറഞ്ഞത്? നിങ്ങൾ മാപ്പ് പറഞ്ഞു? ഇല്ലല്ലോ. ഞാൻ മതപരമായ ഒരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് നമ്മളെ കല്ലായി അബ്ദുറഹ്മാൻ ഒഴിഞ്ഞു മാറുകയല്ലേ നമ്മൾ കണ്ടത്. നിങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു മതമാണ് അതിന്റെ കാരണം, കൃത്യമായിട്ട് പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഈ രാഷ്ട്രീയത്തിൽ മതം കലർത്തുന്നത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് BJP വന്നതിനേക്കാൾ മുന്നേ തന്നെ ആ കലർത്തൽ ഇവിടെ നടത്തി ഇന്ത്യക്ക് മാതൃക കാണിച്ചത് ഇസ്ലാം തന്നെയാണ്, മുസ്ലിം ലീഗ് തന്നെയാണ്. അതിലൊരു സംശയമില്ല. അതിന്റെ കളങ്കം നിങ്ങളുടെ കയ്യിലുണ്ട്, അതിന്റെ ചോരക്കര നിങ്ങളുടെ കയ്യിലുണ്ട്. അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിനെക്കുറിച്ച് പറയേണ്ട വേദികളിൽ വന്നു നിന്ന് അത് ചോദിക്കപ്പെടുമ്പോൾ അവിടെ അതിന് ഉത്തരം പറയുന്നതിന് പകരം നിങ്ങൾ അവിടെ പാലസ്തീനിലെ കാര്യം പറയാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ വേറെ സംസാരിക്കേണ്ടി വരും. പാലസ്തീനിലെ ആ പ്രശ്നത്തിന്റെ പിന്നിലും ഈ മതം തന്നെയാണ്. ആ ജൂത വിരുദ്ധത നിങ്ങൾ ആദ്യം മടക്കി 10 പോക്കറ്റിൽ വെക്കൂ, എന്നാൽ ആ പ്രശ്നം തീരുള്ളൂ. അല്ലാതെ ഒന്ന് പറഞ്ഞ അടുത്തതിന് പാലസ്തീൻ പറഞ്ഞുകൊണ്ടിരുന്ന ആ പ്രശ്നം തീരില്ല. അതിന്റെ പിന്നിലും ഇസ്ലാം തന്നെയാണ്. അത് എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ദിവസം ഇരിക്കാം, അത് മാത്രമായിട്ട് ചർച്ച ചെയ്യാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരൊറ്റ ചോദ്യം ചോദിക്കുന്നുള്ളൂ. ഇത്രമാത്രം സിമി അടക്കം പോപ്പുലർ ഫ്രണ്ട് അടക്കം അതുപോലെ ഓരോ ഇത്തരം തീവ്ര സംഘടനകളടക്കം വളരെ കൃത്യമായിട്ടുള്ള ട്രാക്ക് റെക്കോർഡുള്ള ഈ തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ട്രാക്ക് റെക്കോർഡുള്ള ജമാഅത്ത് ഇസ്ലാമി അതിന്റെ എല്ലാ തരത്തിലുള്ള ഉപ്പും മുളകും തേച്ചു കൊടുക്കുന്ന ആ ആശയ പരിസരം ഒരുക്കി കൊടുത്ത മൗദൂദി സ്ഥാപിച്ച ഈ ജമാഅത്ത് ഇസ്ലാമി, ആ ജമാഅത്ത് ഇസ്ലാമിയെ തള്ളി പറയാൻ മുസ്ലിം ലീഗിന് എന്തുകൊണ്ടാണ് സാധിക്കാത്തത്? നിങ്ങൾ എന്തിനാണ് അതിന് വെറുതെ താങ്ങുന്നതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങൾ ഈ താങ്ങിക്കൊണ്ട് നടക്കുമ്പോൾ ഇത് സത്യത്തിൽ ഇവിടെ വളർത്തുന്നത് മറിച്ച് അപ്പുറത്ത് നിൽക്കുന്ന ആളുകൾക്കുള്ള അവരുടെയും വർഗീയതയും അവരുടെയും അത്തരത്തിലുള്ള ആശയങ്ങളും വളർത്താനുള്ള ഒരു അവസരമല്ലേ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. എന്നിട്ട് അത് വളർന്നു കഴിയുമ്പോൾ അത് വളരുന്നതെന്ന് പറഞ്ഞ് നിലവിളിക്കല്ലാതെ നിങ്ങൾ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു അക്ഷരമെങ്കിലും പറയാൻ നിങ്ങൾക്ക് സാധിക്കാത്തത് എന്തുകൊണ്ടാണ്
എന്നാണ് ഞാൻ തുടക്കം മുതൽ ചോദിക്കുന്നത്. ഇതുവരെ നിങ്ങൾ അതിനൊരു കൃത്യമായ ഉത്തരം തന്നിട്ടില്ല. ഇതുവരെ നിങ്ങൾ അതിനെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. ഇനിയെങ്കിലും അത് പറയൂ, ചർച്ച തീരാറായി. സി കെ ഷാക്കിർ, നമ്മുടെ മുന്നിൽ വളരെ കുറച്ച് മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ. ഈ ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം ലീഗിനെ നിയന്ത്രിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വളർന്നു വന്നു എന്ന് വേണം കരുതാൻ. അങ്ങയുടെ അഭിപ്രായത്തിൽ പോലും അത്തരത്തിൽ ഒരു ജമാഅത്തെ ഇസ്ലാമിക്ക് കീഴടങ്ങുന്ന ഒരു സമീപനം അങ്ങയുടെ വാക്കുകളിലും വളരെ പ്രകടമാണ്. ഷാക്കിറിന്റെ ഫോൺ കട്ടായിരിക്കുകയാണ്. ശ്രീ റെജി ലൂക്കോസ്, സമുദായ സംഘടനകൾക്ക് വളരെ എളുപ്പത്തിൽ ഇടപെടാൻ കഴിയുന്ന വിധത്തിൽ കേരള രാഷ്ട്രീയം മാറി മറിയുകയാണ്. അതാണ് നമ്മളിപ്പോൾ UDF-ൽ കാണുന്നത്. LDF-ലും ഇത്തരത്തിൽ ഉള്ള ശക്തികൾ വളരെ കൃത്യമായി പിടിമുറുക്കുന്നു എന്നത് നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത വിഷയമാണ്. ശ്രീ റെജി ലൂക്കോസ്. അല്ല നിലുവ, ഏത് സമുദായ നേതാവിന്റെ തിട്ടൂരമാണ് CPM അനുസരിച്ചായിട്ട് നിങ്ങൾക്ക് ഒരു തെളിവ് വരാൻ പറ്റുമോ? CPM അങ്ങനെയുള്ളവരുടെ സതീശന്റെ ഭാഷയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ തിണ്ണനിറങ്ങാൻ പോകാറില്ല. പക്ഷെ സമുദായങ്ങളുടെ എല്ലാം പിന്തുണ ഞങ്ങൾക്കുണ്ട്. സമുദായങ്ങൾ മുഴുവൻ വർഗീയവാദികളെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഒരിക്കലും. ഞാൻ ഓരോ മനുഷ്യനും ഓരോ സമുദായത്തിലും ജാതിയിൽ ജയിച്ച അവരുടെ കുഴപ്പമല്ലല്ലോ. ഇപ്പൊ ഞാൻ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ജനിച്ചു പോയത് എന്റെ കുഴപ്പമാണ്. അവിടെ നിന്നുകൊണ്ട് മതേതരത്തിന് വേണ്ടിയിട്ട് ആശയപരമായ രീതിയിലുള്ള ശാക്തീകരണം നടത്തുക എന്നുള്ളതാണ് അതിനകത്ത് ഒരാൾ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് മതനേതാക്കളെ തള്ളി പറയേണ്ട ആവശ്യമൊന്നുമില്ല. മതം അനാവശ്യമായിട്ട് രാഷ്ട്രീയത്തിൽ വർഗീയപരമായ രീതിയിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ തള്ളിപ്പറയും. ആ തള്ളിപ്പറച്ചിലല്ലേ ഇപ്പൊ CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ഡോക്ടർ താരിഖ് ഹുസൈൻ പറഞ്ഞതിനോട് ഒന്നും പ്രതികരിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിനോട് എനിക്ക് ഒരു അഭ്യർത്ഥന ഉണ്ടാകുന്ന വെച്ചാല്, അദ്ദേഹത്തിനെ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരാളാണ്, ആദ്യമായിട്ട് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അദ്ദേഹത്തെ പോലുള്ള ഒരു മതേതരവാദി ആണെന്ന് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തെ പോലുള്ള ഒരു കാലഘട്ടത്തിനനുസരിച്ച് ഇടതുപക്ഷ മതേതര ഭാവത്തിനോടൊപ്പം നിൽക്കണം. കാരണം നമ്മുടെ കാലഘട്ടം അത് അനിവാര്യമാണ്. അതിനു വേണ്ടിയിട്ട് തന്നെ ഉള്ള ഒരു എന്താ പറയാ ഒരു മാനസിക രീതിയിലുള്ള ഒരു പൊരുത്തം അദ്ദേഹത്തെ പോലുള്ളത് സൃഷ്ടിക്കണം. കാരണം അദ്ദേഹത്തിന്റെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കപ്പെടുന്നതാണ് ഞാൻ പറഞ്ഞത്. കാരണം കേരളം നമ്മളിനി അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തലാണ് തോന്നുന്നത്. കേരളം ഒരു വലിയ വർഗീയ ബോംബ് നിർമ്മാണ ഘട്ടത്തിലാണ്. അത് ഒരിക്കൽ പോലും അത് പൊട്ടിത്തെറിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാലം അതിക്രമിച്ചു. അതുകൊണ്ട് ഇത്തരം വർഗീയവാദികളെ തള്ളിപ്പറയുന്ന ഏത് പ്രസ്ഥാനങ്ങളും അവരോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് കരണീയമായിട്ടുള്ള സംഭവം. കേരളത്തിലെ ജനങ്ങൾ അതിന് കാതോർക്കും. കേരളീയ ജനങ്ങൾ ഒരിക്കലും വർഗീയവാദികളോടൊപ്പം പോകുന്നില്ല എന്നുള്ള കാലങ്ങളായിട്ട് തെളിയിച്ചിരിക്കുന്നു. ഇവിടെ ഈ തീവ്ര ഹിന്ദുത്വ വാദവുമായിട്ട് വരുന്ന BJP RSS ഒന്നും കേരളത്തിലെ ജനങ്ങൾ ഇവിടെ ഭൂരിപക്ഷം ഹിന്ദു കമ്മ്യൂണിറ്റി പോലും അവർ അംഗീകരിക്കുന്നില്ല. അതിന്റെ കാരണം എന്താണ്? കേരളത്തിന്റെ മോഹഭാവം അതാണ്, കേരളത്തിന്റെ പാരമ്പര്യതാണ്. കേരളത്തിൽ ഇങ്ങനെയുള്ള ശക്തികളെ അംഗീകരിക്കുന്നില്ല. ഈ ജമാഅത്തെ ഇസ്ലാമിയോ ഇപ്പൊ നോക്കി അടുത്ത പ്രാവശ്യം ഈ മുസ്ലിം ലീഗിന് തിരിച്ചടി കിട്ടും. കാരണം ലീഗിന്റെ നിലപാടെന്താ? ലീഗിന്റെ നിലപാടെന്ന് പറയുന്നത് ഇപ്പോൾ ഷാക്കിന്റെ വായിലൂടെ വന്നില്ലേ അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമി. അത് ഞാൻ സത്യത്തിൽ ഈ ബംഗ്ലാദേശിന് ഉദാഹരിക്കും. ബംഗ്ലാദേശ് മാത്രമല്ല, ഈ പ്രസ്ഥാനമുള്ള രാടുകളിലെല്ലാം നിങ്ങൾ നോക്കിക്കോളൂ. അതാണ് ചരിത്രത്തിന്റെ ഭാഗമൊന്നുമല്ല. ഈ സമീപകാലത്ത് നടക്കുന്നത് എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ പറ്റും. എന്താണ് അവരുടെ ഐഡിയോളജി? മതവാദമാണ്, മതരാഷ്ട്രം, പൊളിറ്റിക്കൽ ഇസ്ലാമിനെയാണ് അവർ പിന്തുണച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? അത് തന്നെയാണ് BJPയുടെ പ്രശ്നവും. CPM-ന് അത്തരത്തിൽ ചില തിരിച്ചറിവുകൾ ചില കേന്ദ്രങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട്. അത് ഹിന്ദു വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചിട്ടാണെങ്കിൽ പോലും അത്തരത്തിൽ ചില തിരിച്ചറിവുകളിലേക്ക് CPM എത്തുന്നുണ്ട്. ഡോക്ടർ ആരിഫ് ഹുസൈൻ, അവസാനമായി അങ്ങയോടാണ്. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറിന്റെ ഒരു അഭിമുഖമൊക്കെ ഇപ്പോൾ വൈറലായി വരുന്നുണ്ടല്ലോ. അതായത് മൗദൂദിസം വെടിഞ്ഞുകൊണ്ട് അവർ വളരെ കൃത്യമായി നിലപാടെടുക്കുന്നു എന്നാണ് പറയുന്നത്. മതരാഷ്ട്ര സങ്കല്പത്തിൽ നിന്നൊക്കെ വ്യതിചലിച്ചുകൊണ്ട് മതപ്രബോധനമാണ് ഞങ്ങളുടെ വഴി, ഇന്ത്യൻ ഭരണഘടനയൊക്കെ അംഗീകരിക്കാം എന്നുള്ള ലൈനിലേക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ ചുവട് മാറ്റുന്നു. ഇതൊരു ചുവട് മാറ്റമാണോ അതോ ഈ പറഞ്ഞതുപോലെ ഈ കേരള സമൂഹത്തെ പറ്റിക്കാനുള്ള വിദ്യയാണോ? അത് പറ്റിക്കാനുള്ളത് തന്നെയാണ്. അങ്ങനെ ഒരു ചുവടുമാറ്റം നടത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനയുടെ അതിൻ്റെ കോർ അവിടെ അവർ മാറ്റിവെച്ചു എന്നാണ്. എന്ന് വെച്ചാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ആ സാധനം ഇല്ല, അത് പിരിച്ചുവിടുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ജമാഅത്ത് ഇസ്ലാമി കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. ജമാഅത്ത് ഇസ്ലാമി സ്ഥാപിക്കപ്പെടുന്നതിൻ്റെ തന്നെ ഉദ്ദേശം ഇസ്ലാമിക രാജ്യം സംസ്ഥാപിക്കുക എന്ന് പറയുന്ന കോർ ആശയത്തിൻ്റെ പുറത്താണ്. അത് മാറ്റിവെച്ചു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ആ സാധനം ഇല്ല, അത് മരിച്ചു, വഫാത്തായി എന്ന് തന്നെയാണ്. അപ്പോൾ അതിൽ കൂടുതൽ ഡെക്കറേഷനൊന്നും വേണ്ടെന്ന് ഞാൻ പറയുള്ളൂ. ഇതൊക്കെ നിലവിലത്തെ സാഹചര്യത്തിൽ രാഷ്ട്രീയത്തിൽ കളിക്കാനുള്ള ഒരു അടവ് നയം എന്നുള്ള രീതിയിലൊക്കെ എടുക്കാം. ഒരു തക്കിയ എന്ന് നമ്മൾ പച്ചമലയാളത്തിൽ പറയാറുണ്ടെന്ന് മാത്രം, അത്രയേ ഉള്ളൂ. ഇതൊക്കെ ആളുകൾക്ക് തിരിച്ചറിയുന്ന കാലമാണ് ഇന്നുള്ളത്. അത് തിരിച്ചറിയപ്പെടുന്ന കാലത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. കേരള രാഷ്ട്രീയം നിയന്ത്രിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി എന്ന് അടിവരയിടുന്ന സംഭവ വികാസങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ് കേരളം. ഒളിഞ്ഞും തെളിഞ്ഞും പിന്തുണ വാങ്ങുന്നവരെ കേരളം കരുതിയിരിക്കുക. ഈ പിന്തുണയ്ക്ക് പിന്നിലെ മതരാഷ്ട്രവാദമാണ്. അത് കൃത്യമായി തിരിച്ചറിയണമെന്ന സന്ദേശമാണ് ജനൻ ഡിബേറ്റ് ഈ ഘട്ടത്തിൽ മുന്നോട്ട് വയ്ക്കുന്നത്. ജനൻ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുകയാണ്. നമസ്തേ.